മരുമകൻ എത്ര വലിയ PR വർക്ക് നടത്തിയിട്ടും സ്പീക്കറോടൊപ്പം എത്തുന്നില്ല എന്നുള്ള ആധിയാണ് സ്പീക്കറെ പരിഹാസപാത്രമാക്കി പ്രതിപക്ഷത്തിന്റെ ശത്രുവാക്കി മാറ്റി നിയമസഭാ നടപടിക്രമങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുടുംബ അജണ്ടയാണ് ഇപ്പോൾ സഭയിൽ നടക്കുന്നത്. മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായ ഒരാൾ പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കാനുള്ള എന്ത് അവകാശമാണ് അദ്ദേഹത്തിനുള്ളത്? ഒരു പേപ്പർ ലേ ചെയ്യാൻ എഴുന്നേറ്റ ഒരാൾ പ്രതിപക്ഷത്തിന്റെ നട്ടെല്ല് വാഴപ്പിണ്ടിയാണെന്ന് പറയുന്നത് മനഃപൂർവ്വമായിട്ട് പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു BJP പ്രതിപക്ഷ നേതാവിനെ പോലെ വളരെ ബോധപൂർവം BJP ആഗ്രഹിക്കുന്നത് പോലെ കേരള നിയമസഭയെ കൊണ്ടുപോകാനും BJP ഉദ്ദേശിക്കുന്നത് പോലുള്ള മുദ്രാവാക്യങ്ങൾ മാത്രം ഏറ്റെടുത്തു പോകാനുമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു ജയിൽവാസം ഒരു ദിവസം ഒരു 30 മിനിറ്റ് പോലും അനുഭവിക്കാത്ത വ്യക്തിക്ക് രാഷ്ട്രീയ ത്യാഗം എന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തിന് ആകെ അറിയുന്നത് 30 കൊല്ലം MLA ആയിരുന്നു, ഊണിലും ഉറക്കിലും സഭയിലും പറഞ്ഞുകൊണ്ടേയിരിക്കുക. അദ്ദേഹത്തെ കണ്ട് രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് വൈകുന്നേരം ഗുഡ് ഈവനിങ് പറഞ്ഞാൽ മാത്രമേ മന്ത്രിപ്പണി എടുക്കാൻ വേണ്ടി പറ്റൂ എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നൽ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെ അലമാറയിൽ അത് പൂട്ടിവെക്കുന്നതാണ് നല്ലത്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നിയമസഭയിൽ നിന്ന് കേൾക്കാൻ ജനങ്ങൾ ആഗ്രഹിച്ചത് കൊച്ചിയെ ശ്വാസം മുട്ടിച്ച കരാറുകാർക്ക് വഴിയൊരുക്കാൻ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും പിന്തുണ ഉണ്ടായിരുന്നോ എന്നാണ്. എന്നാൽ ഒരാരോപണത്തിനും മറുപടിയില്ലാതെ എഴുതി വായിച്ച പ്രസ്താവനയെക്കുറിച്ച് പ്രതിപക്ഷത്തിന് ചോദ്യം ചോദിക്കാൻ പോലും കഴിയാത്ത വിധം നിയമസഭാ ചട്ടത്തിന്റെ ചട്ടക്കൂടും കരുതി വെച്ചിരുന്നു മുഖ്യമന്ത്രി. എല്ലാം ശരിയായി. കൊച്ചി സാധാരണ രീതിയിൽ 13 ദിവസം നടന്നതിനെക്കുറിച്ച് 3 അന്വേഷണങ്ങൾ. മുഖ്യമന്ത്രി ഇത് പറഞ്ഞപ്പോൾ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷ MLA-മാർ ഉപരോധം തീർക്കുകയായിരുന്നു. പിന്നീട് നടന്നത് അസാധാരണ സംഭവങ്ങൾ. ഇന്ന് നിയമസഭയിൽ കണ്ടത് സ്പീക്കറെ കോമാളിയാക്കാൻ, പ്രതിപക്ഷത്തിന്റെ ശത്രുവാക്കാൻ മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് കുടുംബ അജണ്ടയെന്ന ഗുരുതര ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. മാനേജ്മെന്റ് കോട്ടയിലെ മന്ത്രി എന്ന പരാമർശത്തിന് റിയാസ് പരസ്യമായി പ്രതികരിച്ചും കണ്ടു. കൊച്ചിയിലെ മലിനമായ കരാറിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ വലം കൈ M ശിവശങ്കർ ആണെന്ന ആരോപണം പോലുമുള്ളപ്പോൾ പ്രതിപക്ഷത്തെ അടിച്ചൊതുക്കി രക്ഷപ്പെടാനുള്ള നീക്കം കുടുംബ അജണ്ടയാണോ? മുഹമ്മദ് റിയാസിലേക്ക് ആരോപണം തിരിച്ചുവിടാനുള്ള പ്രതിപക്ഷ നീക്കം തന്ത്രപരമോ? ഈ വിഷയമാണ് ഇന്ന് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. പ്രൈം ഡിബേറ്റിൽ ഇന്ന് MLA-മാരായ M വിജിൻ, സജീവ് ജോസഫ്, BJP സഹയാത്രികനായ ഷാബു പ്രസാദ്, പ്രോപ്പർ ചാനലിന്റെ പ്രതിനിധിയായ MK ഹരിദാസ് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ സജീവ് ജോസഫ്, എന്താണ് ഇന്ന് മറ്റൊരു അജണ്ടയുമായി പ്രതിപക്ഷം രംഗത്തെത്തിയത്? കൊച്ചിയായിരുന്നു പ്രധാന വിഷയം, പക്ഷേ നിയമസഭയിൽ കണ്ടത് മറ്റു ചില കാര്യങ്ങളായിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിലേക്ക് ആരോപണം കേന്ദ്രീകരിക്കുവാനിടയായ സാഹചര്യം എന്താണ്? അത് തന്ത്രപരമായ ഒരു നീക്കമാണോ? ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് നിയമസഭ. നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു നിയമസഭയാണ് കേരള നിയമസഭ. ആ കേരള നിയമസഭയിൽ ജനാധിപത്യ അവകാശങ്ങൾ തുടർച്ചയായി ധ്വംസിക്കുന്ന, പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന തുടർച്ചയായ നടപടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം ഇന്നും പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമായ അടിയന്തര പ്രമേയം റൂൾ 50 യാതൊരു കാരണവുമില്ലാതെ ആർക്കും മനസ്സിലാകാൻ കഴിയാത്ത വിധത്തിൽ നോട്ടീസ് നിഷേധിച്ച നടപടി, സ്പീക്കറുടെ നടപടിയാണ് ഇന്ന് ഏറ്റവും അവസാനത്തെ ജനാധിപത്യ നിഷേധം. തിരുവനന്തപുരം ജില്ലയിൽ 16 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ആക്രമിച്ച കേസ്, പെൺകുട്ടിയെ ആക്രമിക്കുകയും ചെറുത്തുനിന്ന പെൺകുട്ടിയെ ചവിട്ടിക്കൂട്ടുകയും ചെയ്ത യുവാക്കൾക്കെതിരെ കേസുണ്ടായി. സംസ്ഥാനത്തെ പിടിച്ചുലച്ച ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീകൾക്കെതിരെ നടന്ന ഒരു അതിക്രമം. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ മ്യൂസിയത്തിൽ നിരവധിയായ അക്രമങ്ങൾ നടന്നു. വിദേശ വനിതയെ ആക്രമിച്ചു. ഇതെല്ലാം ഈ സംസ്ഥാനത്ത് വളർന്നു വരുന്ന വനിതകൾക്കെതിരെയുള്ള, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമാണ്. ഏറ്റവും അടുത്ത ദിവസം നടന്ന
അതിക്രമം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 16 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ അതിക്രമിച്ച സംഭവത്തെക്കുറിച്ചാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് വേണ്ടി നിയമസഭാംഗമായിട്ടുള്ള ഉമാ തോമസ് നോട്ടീസ് നൽകിയത്. പക്ഷേ അതിന് അടിയന്തര സ്വഭാവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കർ അനുമതി നിഷേധിച്ചു. ആ അനുമതി നിഷേധിച്ച സന്ദർഭത്തിലാണ് പ്രതിപക്ഷം അവിടെ ശക്തമായ പ്രതികരണം നടത്തിയത്, പ്രതിഷേധം നടത്തിയത്. സഭയ്ക്കകത്ത് പ്രതിഷേധിച്ചു. സഭയ്ക്കകത്ത് നിന്ന് പുറത്തു വന്ന് പ്രതിപക്ഷ നേതാവ് ശരി, അത് കണ്ടതാണ്. നിയമസഭയ്ക്കുള്ളിൽ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കണ്ടതാണ്. പിന്നെ അവിടെ നടന്നത് സാധാരണ സംഭവിക്കാൻ പാടില്ലാത്ത കുറേയേറെ കാര്യങ്ങളായിരുന്നു. അതിലാണല്ലോ 5 MLA-മാർ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ആരോപണം കേന്ദ്രീകരിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രി മുഹമ്മദ് റിയാസും ചേർന്നുള്ള ഒരു കുടുംബ അജണ്ട നിയമസഭയിൽ വർക്കൌട്ട് ചെയ്യുന്നു എന്നാണ്. എന്തുകൊണ്ട് അത്തരമൊരു ആരോപണത്തിലേക്ക് പോകുന്നു? ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി ചട്ടം 300 അനുസരിച്ചായിരിക്കും പ്രസ്താവന നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനാൽ തന്നെ കൊച്ചിയിലെ തീപിടുത്തത്തെക്കുറിച്ചുള്ള പ്രസ്താവന മുഖ്യമന്ത്രി വായിക്കുമ്പോൾ അതിന്മേൽ ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുകയില്ല എന്ന കാര്യവും നിങ്ങൾക്കറിയാമായിരുന്നു. അപ്പോഴാണ് മറ്റൊരു വിഷയം നിങ്ങൾ അടിയന്തര പ്രമേയ രൂപേണ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് അതെല്ലാം കൈവിട്ട് പോവുകയായിരുന്നു. സ്പീക്കറുടെ ഓഫീസിന് മുന്നിലും കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലല്ല നടന്നത്. പൊടുന്നനെ എങ്ങനെയാണ് ഇത്തരമൊരു ആരോപണം, ഒരു കുടുംബ അജണ്ട എന്ന ആരോപണം ഉന്നയിക്കാൻ ഇടയായത്? അത്തരത്തിലുള്ള എന്ത് കാര്യം നിയമസഭയിൽ സംഭവിച്ചു? ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നട്ടെല്ല് വാഴപ്പിണ്ടിയാണ് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന മുഹമ്മദ് റിയാസ് നടത്തുന്നത് കേട്ടു. അത് മാത്രമായിരുന്നോ പ്രചോദനം? അതോ ഈ കൊച്ചിയിൽ മുഖ്യമന്ത്രി പറയാതിരുന്ന കരാറിന്റെ കാര്യം അത് ഉയർത്തിക്കൊണ്ട് വരണം, അവിടെ റിയാസിന്റെ പങ്കാളിത്തം കൂടി അതിലേക്ക് കേന്ദ്രീകരിക്കപ്പെടണം എന്നുള്ള ഒരു രഹസ്യ അജണ്ട അതിന്റെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഇന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് ആദ്യം പറയാതെ അതിന്റെ മുകളിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിലെ ഒരു പരാമർശമാണോ ഏറ്റവും ആദ്യം സംസാരിക്കേണ്ടത്? വിഷയത്തിലേക്ക് ആദ്യം വരട്ടെ, ഞാൻ അതിന് മറുപടി പറയാം. കൃത്യമായി എന്താണ് പറഞ്ഞത് അത് കൃത്യമായ ബോധ്യത്തോടുകൂടി തന്നെ പറഞ്ഞത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ്. ഇന്നിവിടെ നടന്ന സംഭവത്തെക്കുറിച്ച്, ഏറ്റവും അവസാനം നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിനെ തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. ഇവിടെ ഇന്ന് അവിടെ നമ്മൾ തീരുമാനിച്ചത് പ്രകാരം തന്നെയാണ് സ്പീക്കറുടെ ഓഫീസിന്റെ മുന്നിൽ സമാധാനപരമായിട്ടാണ് സമരം നടത്തിയത്. പക്ഷേ അവിടെ വാച്ച് ആൻഡ് വാർഡ് എത്തി. അവിടെ MLA-മാരെ വളരെ പ്രകോപനപരമായി അവരെ പിടിച്ചു മാറ്റുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അവിടെ ബൂട്ടിട്ട് MLA-മാരെ ചവിട്ടിക്കൂട്ടുന്ന സാഹചര്യമുണ്ടായി. 5 MLA-മാർക്ക് പരിക്കേറ്റു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുതിർന്ന നേതാവ്, മുൻ മന്ത്രി കൂടിയായ തിരുവഞ്ചൂരിനെ പോലും അവിടെ അതിക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇത് വളരെ സമാധാനപരമായി നടത്തിയിട്ടുള്ള ഒരു സമരം, യാതൊരു പ്രകോപനവുമില്ലാതെ വാച്ച് ആൻഡ് വാർഡിനെ വിട്ട് അവിടെ അതിക്രമം നടത്തി MLA-മാരെ ആക്രമിച്ച് അവിടെ ഭീതിതമായ അന്തരീക്ഷമുണ്ടാക്കിയത് ജനാധിപത്യ കേരളത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതിനുശേഷമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തിയത്. അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇന്ന് നടന്ന സംഭവം മാത്രമല്ല, ഇന്ന് നിയമസഭയിൽ മുഹമ്മദ് റിയാസ് മന്ത്രി അദ്ദേഹം അവിടെ ടേബിളിൽ വെക്കേണ്ട പേപ്പറിന് പകരം അവിടെ അകാരണമായി യാതൊരു പ്രകോപനവുമില്ലാതെ പ്രതിപക്ഷത്തെക്കുറിച്ച് വളരെ മോശമായി ആക്ഷേപിക്കുന്ന വിധത്തിൽ മന്ത്രി സംസാരിച്ചു. അതേക്കുറിച്ചാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ 3-4 ദിവസക്കാലമായി തുടർച്ചയായി പ്രതിപക്ഷത്തിന്റെ അവകാശമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമായ അടിയന്തര പ്രമേയം, ആ അടിയന്തര പ്രമേയത്തെ തുടർച്ചയായി നിഷേധിക്കുന്ന സമീപനത്തെക്കുറിച്ചാണ്, അപ്പൊ അതിന്റെ പിന്നിലെ അജണ്ടയെക്കുറിച്ചാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. നമുക്കറിയാം, സ്പീക്കർ ശ്രീ A.N. ഷംസീർ അദ്ദേഹം സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ പലർക്കും ആശങ്കയുണ്ടായിരുന്നു, സംശയങ്ങളുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിനുമുണ്ടായിരുന്നു, പൊതുസമൂഹത്തിനുണ്ടായിരുന്നു, ഭരണപക്ഷത്തിനുമുണ്ടായിരുന്നു. എങ്ങനെയാകും? പക്ഷേ അദ്ദേഹത്തിന്റെ ഇമേജ് പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായി സ്പീക്കറുടെ ചുമതലകൾ അദ്ദേഹം നിർവഹിക്കാൻ വളരെ സത്യസന്ധമായി, സുതാര്യമായി, നിഷ്പക്ഷമായി നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചു. പൊതുവെ നല്ല അഭിപ്രായം അദ്ദേഹത്തെക്കുറിച്ചുണ്ടായി, പ്രതിപക്ഷത്തിനുമുണ്ടായി, പൊതുസമൂഹത്തിനുമുണ്ടായി, മാധ്യമ പ്രവർത്തകന്മാർക്ക് എല്ലാവർക്കും സ്പീക്കറുടെ സുതാര്യമായ നിഷ്പക്ഷമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അഭിപ്രായമുണ്ടായി. പക്ഷേ പൊടുന്നനെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ സമ്മേളന വേദിയിൽ ചില അടിയന്തര പ്രമേയ സന്ദർഭങ്ങളിലും അതുപോലെ തന്നെ നിയമസഭയിലെ പല അവസരങ്ങളിലും പ്രതിപക്ഷം ഉയർത്തിയ ശക്തമായ ആക്ഷേപങ്ങൾ അവിടെ കൊള്ളേണ്ടെടുത്ത് കൊണ്ടപ്പോൾ
അവിടെ സ്പീക്കർ കൃത്യമായി നിലപാടുകൾ സ്വീകരിച്ചു. ആ നിലപാടിനെ സംശയത്തോടെ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ആ നിലപാടിൽ അസ്വസ്ഥതയുള്ള ഭരണ നേതൃത്വം തന്നെയാണ് സ്പീക്കറെ ശാസിച്ചുകൊണ്ട്, നമുക്കറിയാം ശാസിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചറിയില്ല, പക്ഷേ സ്പീക്കറുടെ പൊടുന്നനെയുള്ള നിലപാട് മാറ്റം, വളരെ പ്രകടമായ മാറ്റം, അത് പ്രതിപക്ഷം മാത്രം പറയുന്നതല്ല, പൊതുസമൂഹം, മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നു. എന്താണ് സ്പീക്കർ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? നിഷ്പക്ഷനായിരുന്ന സ്പീക്കർ എങ്ങനെ ഈ മാറ്റം വരുന്നു? എങ്ങനെ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ, ഭരണഘടനാപരമായ അവകാശങ്ങളെ, ശരി, അതായത് സജീവ് ജോസഫ് ഇന്ന് സ്പീക്കറുടെ മുന്നിൽ സമാധാനപരമായി ഉപരോധിക്കാൻ പോയ നിങ്ങളെ സ്പീക്കർ പോലും അറിയാതെ സ്പീക്കർ കൊടുത്ത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ല വാച്ച് ആൻഡ് വാർഡ് അവിടെ തടഞ്ഞു വെക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തത് ഒരു കുടുംബ അജണ്ടയുടെ ഭാഗമാണെന്ന് നിങ്ങൾ ആരോപിക്കുകയാണ്. അത് ഒരുപാട് സ്ഥലത്തേക്ക് നീണ്ടുപോവുകയാണ്. ഇന്ന് VT ബൽറാം MLA ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെയുണ്ടായ ആരോപണങ്ങൾക്ക് ഒരു മറുപടി പോലും പറയാത്ത ഈ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയാണോ നിയമസഭയിൽ ഇരുന്നു കൊണ്ട് പ്രതിപക്ഷത്തിന്റെ നട്ടെല്ല് വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയതാണ് എന്ന പ്രസ്താവന നടത്താൻ പ്രാപ്തൻ എന്ന ചോദ്യം പോലും ഉന്നയിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് ഈ ആരോപണത്തിന്റെ കുന്തമുന നീട്ടുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ശ്രീ M. വിജിൻ MLA, ഇന്ന് നിയമസഭയിൽ മുഹമ്മദ് റിയാസ് എഴുന്നേറ്റ് നിന്ന് നടത്തിയ ആ ഒരു പ്രസ്താവനയാണല്ലോ പിന്നീട് കാര്യങ്ങളെ കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. പക്ഷെ അവിടെ ഇന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് ജനം പ്രതീക്ഷിച്ചത് മറ്റൊന്നായിരുന്നു. ഇത്തരമൊരു പ്രസ്താവനയായിരുന്നില്ല. കൊച്ചിയിലെ 13 ദിവസം നീണ്ടുനിന്ന ഈ ശ്വാസം മുട്ടലുണ്ടായിരുന്നല്ലോ, അതിന് കാരണക്കാരായ ആളുകൾക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും? അല്ലെങ്കിൽ ഈ കാരണക്കാരായ ആളുകൾ, ഈ കരാറുകാർക്ക് ഞങ്ങളുമായി ഒരു ബന്ധവും ഇല്ല എന്ന കാര്യം സമർത്ഥിക്കുവാനുള്ള ഒരു പ്രസ്താവനയെങ്കിലും വേണമായിരുന്നു. ഒരക്ഷരം പോലും ആ കരാറിനെ കുറിച്ച് മിണ്ടിയില്ല. എന്നിട്ടാണ് ഈ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി പറയുന്നത് പ്രതിപക്ഷത്തിന്റെ നട്ടെല്ല് വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയതാണ് എന്ന്. എന്ത് വിരോധാഭാസമാണ് നിയമസഭയിൽ കാണുന്നത്? ഇവിടെ അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അതിനു മുന്നേ ശ്രീ സജീവ് ജോസഫ് ഇവിടെ പറഞ്ഞതുപോലെ ഇന്ന് സഭയിലുണ്ടായ സംഭവവികാസങ്ങളെ കുറിച്ചാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഡിബേറ്റ്. ഇതിനകത്ത് നാം കാണേണ്ടത് നിയമസഭയിൽ ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവ വികാസങ്ങളാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇന്നിപ്പോ ഇവിടെ ശ്രീ സജീവ് ജോസഫ് MLA അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, നിയമസഭയിൽ ഞങ്ങളുടെ അവകാശം അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് തള്ളി. അത് ആരാണ് തള്ളിയത്? ഇവരിപ്പോ വരുത്തി തീർക്കാൻ നോക്കുന്നത് എന്തോ ഭരണപക്ഷം അത് തള്ളിക്കളയാൻ ശ്രമിച്ചുവെന്നാണ്. അത് സ്പീക്കറുടെ വിവേചനാധികാരമാണ്. അദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തള്ളിയത്? അത് റെലവന്റ് അല്ല എന്ന നിലയിലാണ് തള്ളിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകേണ്ടതായി വരും. എന്താണ് കേസ്? ഇന്ന് അടിയന്തര പ്രമേയത്തിന് ആധാരമായ പ്രധാനപ്പെട്ട കേസ് മാർച്ച് 9-ാം തീയതി, ഈ മാസം മാർച്ച് 9-ാം തീയതി തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് നടന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ ശ്രീ സജീവ് ജോസഫ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 16 വയസ്സുകാരിയായ പെൺകുട്ടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസ്, അത് പോത്തങ്കോട് പോലീസ് ആ വിഷയത്തിൽ വളരെ കൃത്യമായി കേസ് രജിസ്റ്റർ ചെയ്തു. 416/23 കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. തൊട്ടടുത്ത ദിവസം, അതായത് സംഭവം നടന്നതിന് തൊട്ടടുത്ത ദിവസം 10-ാം തീയതി അതിലെ 1-ാം പ്രതിയായ വിനയനെയും 2-ാം പ്രതിയായ അരുൺ പ്രസാദിനെയും അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിന്റെ തുടരന്വേഷണങ്ങൾ വളരെ കൃത്യമായി നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ വിഴിഞ്ഞത്തെ ഒരു അടിമലത്തുറ റിസോർട്ടിലെ വിദേശ വനിതയുമായി ബന്ധപ്പെട്ട കേസ് പോലീസ് അന്വേഷിച്ചു, വളരെ കൃത്യമായി അന്വേഷിച്ചു. 106/23 ക്രൈം നമ്പറിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ടാക്സി ഡ്രൈവർ മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ടായി. അതിൽ വിദേശ വനിതയുടെ മൊഴിയെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ IPC 354(1) 354D വകുപ്പുള്ള പ്രകാരം 107/23 കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ കേസും വളരെ കൃത്യമായി നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു അടിയന്തര പ്രാധാന്യം ഈ കേസിലുണ്ടോ? പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, സത്യസന്ധമായി കേസ്. ശ്രീ M. വിജിൻ, ഗുരുതരമായ ഒരു വിഷയമല്ലേ നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ആഗ്രഹിച്ചിരുന്നത്? കാരണം വിജിൻ, മറ്റൊരു കാര്യം പറയാം. ഈ അംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇന്ന് പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ മറ്റ് പല വിഷയങ്ങളും നിയമസഭയിൽ കൊണ്ടുവരാമായിരുന്നു, ബഹളത്തിൽ മുക്കുന്ന രീതിയിൽ കൊണ്ടുവരാമായിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് കൊണ്ടുവന്ന ആ വെളിപ്പെടുത്തൽ വരെ കൊണ്ടുവരാമായിരുന്നു. അതുപോലെ എത്രയോ സംഭവങ്ങൾ അതുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കൊച്ചിയിലെ മാലിന്യ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരാമായിരുന്നു. അവരതൊന്നും കൊണ്ടുവരാതെ ഇത്തരത്തിലൊരു സ്ത്രീപക്ഷ വിഷയം അവിടെ കൊണ്ടുവന്നത്, അത് ചർച്ചയ്ക്ക് എടുക്കുവാൻ സ്പീക്കർ സമ്മതിക്കും, അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കാൻ സമ്മതിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ബഹളം വയ്ക്കുവാൻ ആയിരുന്നില്ല. ഇത്തരത്തിൽ റിലവന്റ് ആയ ഒരു വിഷയം പോലും അവതരിപ്പിക്കുവാൻ തയ്യാറാകാതെ തള്ളുകയാണ് ഉണ്ടായത്. തുടർന്നായിരുന്നു ഇത്തരത്തിലുള്ള ആക്ഷേപകരമായ പരാമർശം മുഹമ്മദ് റിയാസ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ പ്രതിപക്ഷം എന്ത് ചെയ്യണമായിരുന്നു?
ശ്രീ മഞ്ജുഷ്, അങ്ങ് എന്റെ മറുപടി പൂർത്തീകരിച്ചാൽ അങ്ങയുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. വളരെ കൃത്യമായി ഇവർ പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന സംഭവം മാർച്ച് 9 നടന്നതും പ്രതികളെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്തതും പ്രതികൾ റിമാൻഡിലും വളരെ കൃത്യമായി നിങ്ങൾ നോക്ക്. ഈ കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ കണക്ക് നിങ്ങൾ കൃത്യമായി തന്നെ നോക്കൂ. റിപ്പോർട്ടായ കേസുകൾ ഇന്ത്യയിൽ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ 94% കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സ്ത്രീകളുടെ കാര്യത്തിൽ 94.6% കേസുകളും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും കൃത്യമായി സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ, കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ തടയാൻ നിലകൊള്ളുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ പിണറായി സർക്കാർ. ഇവിടെ ഒരു കാര്യം ആ വിഷയം ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ചയിലേക്ക് പോകേണ്ട. കാരണം അല്ലല്ല, അത് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് പോലും അനുവദിക്കാത്ത ഒരു വിഷയമാണല്ലോ, നിയമസഭയിൽ പോലും ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണല്ലോ. മറ്റൊരു കാര്യം ഇവിടെ ഗുരുതരമായ ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത് സ്പീക്കർ നേരത്തെ ഈ രീതിയിലല്ല പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ നിയമസഭാ സമ്മേളനം മുതലാണ് സ്പീക്കർ ഈ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. അതായത് പ്രതിപക്ഷവും സ്പീക്കറും തമ്മിലുള്ള സ്പർദ്ധയുണ്ടെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി സ്പീക്കറെ ശാസിക്കുന്ന രീതിയിൽ പെരുമാറുന്നു, സ്പീക്കറോട് കയർത്ത് സംസാരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിനൊരു ഉദാഹരണമാണ് ഇന്ന് മുഹമ്മദ് റിയാസ് സംസാരിച്ചത്. ഇതിനെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയമായ ആരോപണം കൂടിയാണ്. അതിന് നിങ്ങൾ മറുപടി പറഞ്ഞേ തീരുകയുള്ളൂ. കാരണം കുടുംബ അജണ്ട എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയും മരുമകനും തമ്മിലുള്ള ഒരു നെക്സസ് എന്ന രീതിയിലാണ് അതിന് മറുപടി പറയേണ്ടതെന്ന് റിയാസ് പറഞ്ഞതുപോലെ അല്ല. അല്ല, അങ്ങ് എന്റെ വർത്തമാനം പൂർത്തീകരിച്ചാൽ അങ്ങയുടെ ചോദ്യത്തിന് വളരെ കൃത്യമായി ഞാൻ ഉത്തരം തരും. ഈ ചാനൽ ചർച്ചയിൽ അങ്ങയുടെ ചർച്ചയിൽ 1 മണിക്കൂർ ഇരുന്നു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം കൂടി, അടിയന്തര പ്രമേയം നിഷേധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഈ അടിയന്തര പ്രമേയത്തിന്റെ ആധാരമായ വിഷയം ഒന്നാമത്തെ സബ്മിഷനായി അവതരിപ്പിച്ചുകൊണ്ട് കേരള നിയമസഭയിൽ അത് ചർച്ച ചെയ്യാം എന്നാണ് പ്രതിപക്ഷത്തോട് ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞത്. അവിടെ ചർച്ച ചെയ്യാമെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന പ്രാധാന്യമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതികൾ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെട്ട കേസാണ്. പോലീസ് കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അവിടെയാണ് പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കിയത്. പിന്നെ മറ്റൊന്ന്, ഇവിടെ അങ്ങ് ചോദിച്ച ഒരു ചോദ്യം, അങ്ങ് ഈ ചർച്ചയുടെ തന്നെ ഹെഡ്ലൈനായി വെച്ചത് എന്താ? കുടുംബ അജണ്ടയോ? ഏതാ കുടുംബ അജണ്ട? പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തെ രാഷ്ട്രീയമായ ഒരു ആയുധമാക്കി അതെന്തോ CPM-നകത്തെ കൊണ്ടുവന്ന് ഇവിടുത്തെ വിഭാഗീയതയും കുടുംബ അജണ്ടയും ഒക്കെ ആക്കി ഇങ്ങനെ കലക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോകാം എന്നാണ് അദ്ദേഹം ധരിച്ചുപോയത്. പ്രതിപക്ഷ നേതാവിന് തെറ്റി. എന്താ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇത് ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്. വളരെ ഐക്യത്തോടെ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ പോലെ MP-മാര് ഡൽഹിയിൽ പോയി പരാതിയൊന്നും കൊടുത്ത് KPCC പ്രസിഡന്റിനെതിരെ കുഴപ്പമുണ്ടാക്കുന്ന പ്രസ്ഥാനമല്ല ഇത്. ഇത് വളരെ കൃത്യമായി ആരാ? സഖാ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയ ഒരു മന്ത്രിയാണോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അതിനല്ല, ഇത് CPM ആണ് ഇങ്ങനെ ചോദിക്കേണ്ട എന്ന രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ല. അതൊരു ഗുരുതരമായ ആരോപണമാണ്. അല്ല പറയട്ടെന്നേ. അല്ല, ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരല്ലേ പറയുന്നത്. അങ്ങ് ഇടയിൽ കയറി ചോദിച്ചുകൊണ്ടിരുന്ന അങ്ങയുടെ ഉത്തരത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ആരാണ് പിണറായി വിജയൻ? CPM-ന്റെ PV മെമ്പറും മുഖ്യമന്ത്രിയും. ആരാണ് മുഹമ്മദ് റിയാസ്? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കമ്മിറ്റി മെമ്പറും. അങ്ങനെയാ ഞങ്ങൾ കാണുന്നത്. അതിനെ VD സതീശന്റെ തന്ത്രപൂർവ്വം ആ രാഷ്ട്രീയം അങ്ങ് കുടുംബത്തിലേക്ക് അങ്ങനെയൊന്നും രീതിയിലേക്കൊന്നും ഈ ചർച്ചയെ കൊണ്ടുപോയാലൊന്നും കോൺഗ്രസ് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. രണ്ടുപേരും CPM-ന്റെ സംസ്ഥാനതല അഖിലേന്ത്യാ തല നേതാക്കന്മാരാണ്. അവർ രണ്ടുപേർ അവരെടുക്കുന്ന നിലപാടുകൾ അത് ഈ പാർട്ടിയുടെ നയങ്ങളും നിലപാടുകളുമാണ്. അതിനെ നിങ്ങൾ കുടുംബത്തോട് ചേർത്ത് നിർത്തി കൊണ്ടുപോയി മാത്രമല്ല ഷംസീർ ആളാകാൻ നോക്കുന്നു. അല്ലല്ല, ഞാൻ പറഞ്ഞ എന്റെ ആരോപണമല്ല, ഷംസീർ ആളാകാൻ നോക്കുന്നു. ആ എത്ര PR വർക്ക് ചെയ്തിട്ടും മുഹമ്മദ് റിയാസിന് അത്രയും ഉയരാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു കുടുംബ അജണ്ട വർക്കൗട്ട് ചെയ്യുന്നു. അവിടെ ഷംസീറിനെ മോശക്കാരനായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുടുംബ അജണ്ട വർക്ക് ചെയ്യുന്നത് എന്നാണ് ശ്രീ വിജിൻ. ഇതെല്ലാം ശ്രീ മഞ്ജോഷ് പ്രതിപക്ഷത്തിന്റെ പരിഹാസ്യമായ രാഷ്ട്രീയം കലർത്താൻ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ശ്രീ AN ഷംസീർ സ്പീക്കറായതിനു ശേഷം വളരെ മികച്ച രീതിയിൽ സ്പീക്കർ എന്ന അദ്ദേഹത്തിന് ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായതിനു ശേഷം മികച്ച മന്ത്രിമാരിൽ ഒരാളായി അദ്ദേഹത്തിന്റെ പ്രവർത്തനം മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് രാഷ്ട്രീയഭേദമന്യേ കേരളത്തിലെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. മറ്റൊരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയട്ടെ. ശ്രീ VD സതീശൻ എന്താ പറയുന്നത്? അദ്ദേഹം മാനേജ്മെന്റ് സീറ്റിൽ മന്ത്രിയായെന്നാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനെ കുറിച്ച് പറയേണ്ടി വരുമല്ലോ. ലിസ്റ്റിൽ തിരികെ കയറി മെറിറ്റ് അട്ടിമറിച്ച് പ്രതിപക്ഷ നേതാവായ ആളാണ് ശ്രീ VD സതീശൻ എന്ന് നമുക്ക് മറുപടി പറയേണ്ടതായി വരില്ലേ?
കോൺഗ്രസിന്റെ മുൻ പ്രതിപക്ഷ നേതാക്കന്മാരെയും മുൻ മുതിർന്ന നേതാക്കന്മാരെയും തഴഞ്ഞ് പ്രതിപക്ഷ നേതാവായത് ലിസ്റ്റിൽ തിരികെ കയറി മെറിറ്റ് അട്ടിമറിച്ചുകൊണ്ട് ആ മെറിറ്റ് അട്ടിമറിച്ചതിന്റെ ഭാഗമായി അഡ്മിഷൻ നേടി പ്രതിപക്ഷ നേതാവായ ആളാണെന്ന് നമുക്ക് മറുപടി കൊടുക്കേണ്ടതായി വരില്ലേ? ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ കൊണ്ടൊന്നും കേരളത്തിലെ കോൺഗ്രസും UDF രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇന്ന് നോക്കട്ടെ, സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ ഇതുവരെ നിയമസഭാ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു സമരപ്പിക്കൂത്തല്ലേ നടന്നതോ? അവിടെ ഇവർ സ്പീക്കറിന്റെ ഓഫീസിന് മുന്നിലായതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം. നിയമസഭയ്ക്ക് ഉള്ളിലേ ഒന്നും അല്ല കേട്ടോ. നിയമസഭയ്ക്ക് ഉള്ളിൽ നടന്നൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിനേക്കാൾ 100 മടങ്ങ് കട്ടിയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിയമസഭയ്ക്കുള്ളിൽ. ശ്രീ ഷാബു പ്രസാദ്, ഈ പ്രതിപക്ഷത്തിന് ഇന്ന് അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ പാളിച്ച പറ്റിയിട്ടുണ്ടോ? ഇന്നത്തെ പ്രധാന കാര്യം കൊച്ചിയിലെ ഈ മാലിന്യ കരാറായിരുന്നു. ആ കരാറിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണം വന്നു കഴിഞ്ഞിരുന്നു. ഇന്നലെ സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിൽ ശിവശങ്കറുടെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കരാർ നേടിയ സോണ്ട കമ്പനി, വൈക്കം വിശ്വന്റെ മരുമകന് പങ്കാളിത്തമുള്ള സോണ്ട കമ്പനി, ആ കമ്പനിയുടെ സബ്സിഡറി കമ്പനിയുമായിട്ട് മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട് വിദേശത്ത് വെച്ച്, നെതർലൻഡ്സിൽ വെച്ച് എന്നുള്ള ആരോപണം വന്ന സമയമായിരുന്നു. പക്ഷെ പ്രതിപക്ഷം പാളിപ്പോയ ഒരു നീക്കമാണോ ഇന്ന് നടത്തിയത്? കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ ഉടൻ VD സതീശൻ അത് മുഹമ്മദ് റിയാസിലെ കൊണ്ട് ചെന്നെത്തിക്കുകയും ചെയ്തു. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? അതോ കൃത്യമായ നീക്കമായിരുന്നു പ്രതിപക്ഷം നടത്തിയത് എന്നാണോ? അല്ല, പ്രതിപക്ഷം സംഗതി പ്ലാൻ ചെയ്തൊക്കെ തന്നെയാണ് പോയത്. പക്ഷേ ഇവർ പറഞ്ഞില്ലേ, ഈ എറണാകുളത്തെ ബ്രഹ്മപുരം പ്ലാന്റിന്റെ കാര്യവും അവിടുത്തെ മാലിന്യ സംസ്കരണത്തിന്റെ മാലിന്യം, വിഷപ്പുക, അതിൽ പിന്നീട് ശിവശങ്കറിന്റെ പങ്ക്, ആ രീതിയിൽ കൃത്യമായി സ്പെസിഫിക് ആയിട്ട് ആ ഇഷ്യൂസ് ചർച്ച പോയിരുന്നുവെങ്കിൽ ഇത് കുറച്ചുകൂടി എഫക്റ്റീവ് ആകുമായിരുന്നു എന്ന് തോന്നുന്നു. ഇത് ഇവർ ഒരുപാട് സബ്ജക്റ്റുകൾ എടുത്തിട്ടു, പല സബ്ജക്റ്റുകൾ കൊണ്ടുവന്ന് അങ്ങനെ ശ്രദ്ധ ഡൈവേർട്ട് മാറിപ്പോകാൻ കാരണമായി. അത് ഭരണപക്ഷം ഏതാണ്ട് നന്നായിട്ട് മുതലെടുക്കുകയും ചെയ്തു. പക്ഷെ അവിടെ മറ്റൊരു തന്ത്രം ഭരണപക്ഷം നേരത്തെ തന്നെ പ്രയോഗിച്ചിരുന്നുവല്ലോ ശ്രീ ഷാബു പ്രസാദ്. ഈ ചട്ടം 300 അനുസരിച്ചാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നത് എന്നുകൊണ്ട് തന്നെ ഒരക്ഷരം പോലും തിരിച്ചു ചോദിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുകയില്ല. അപ്പോൾ നിയമസഭയുടെ ആ ചട്ടം അതൊരു ചട്ടക്കൂടാക്കിക്കൊണ്ട് തന്നെ, അതൊരു കവചമാക്കിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി നേരത്തെ തന്നെ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വന്ന ആരോപണങ്ങളെ കുറിച്ച് ഒരക്ഷരം പോലും ആ പ്രസ്താവനയിലില്ല. 3 അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചു. ഒരു വിജിലൻസ് അന്വേഷണം. ആർക്ക് വേണം വിജിലൻസ് അന്വേഷണം ഇക്കാര്യത്തിൽ? അല്ല, കറക്റ്റാണത്, ശരിയാണത്. വളരെ, അതായത് ഇത് എങ്ങനെയും ഈ ബ്രഹ്മപുരം ചർച്ച ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഒരു ആവശ്യമാണ്. എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് മുഖ്യമന്ത്രി ഒന്ന് വാ പൊളിക്കുന്നത് ഈ ഇഷ്യൂവിനെ പറ്റി? കാര്യം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അത് അവർ എത്രത്തോളം ഇക്കാര്യത്തിൽ അസ്വസ്ഥരാണ്, എത്രത്തോളം ഗുരുതരമാണ് ഈ ഇഷ്യൂ. പുകയടങ്ങി അല്ലെങ്കിൽ തീ കെടുത്തി ഇതൊന്നും അല്ലല്ലോ കാര്യം. ഇത്രയും ദിവസം പുക ശ്വസിച്ച് കിടന്ന ആ കുട്ടികളടക്കമുള്ളവരുടെ അത് വളരെ വളരെ ഗുരുതരമായ വിഷയമാണത്. ശരിക്കും ഗുരുതരമായൊരു വിഷയമാണത്. ഞാൻ ഇപ്പോഴും പറയുന്നത് പറഞ്ഞാൽ പ്രതിപക്ഷം, അതായത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കഴിഞ്ഞ ഈ പ്രത്യേകിച്ച് ഈ അസംബ്ലി സെഷനിൽ അവർ നന്നായിട്ട് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഒരു പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ സ്പെസിഫിക് ഇഷ്യൂസ് കൃത്യമായ സമയത്ത് കൃത്യമായ ഇഷ്യൂസ് ഏറ്റെടുത്ത് അതിൻ്റെ അകത്ത് ആ സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ അകത്ത് ഉറച്ചു നിന്ന് അങ്ങനെ പോവുക എന്നുള്ളതിന്റെ അകത്ത് പലപ്പോഴും ഈ പ്രതിപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് കുടുംബ അജണ്ട എന്നതിലേക്ക് VD സതീശൻ കൊണ്ടെത്തിക്കുന്നതിലൂടെ ഈ സ്വപ്ന സുരേഷ് നേരത്തെ ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും ഇതുവരെ മറുപടി പറയാതിരുന്നിട്ടുണ്ട് മുഹമ്മദ് റിയാസ്. കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് തന്നെയാണല്ലോ അത് പോകുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണമുണ്ടായിരുന്നു. പക്ഷേ മുഹമ്മദ് റിയാസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരു പ്രതികരണം കിട്ടിയേ തീരൂ എന്ന രീതിയിൽ ഈ ഒരു ഇഷ്യൂവിനെ ഡൈവേർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുവാൻ സാധിച്ചിട്ടുണ്ടോ പ്രതിപക്ഷത്തിന്? അതോ അതിലും അവർ പാളിപ്പോയിട്ടുണ്ടോ? ഇല്ല, ആ ഇഷ്യൂ കാര്യം പറഞ്ഞ നല്ല കാര്യം. കുടുംബ അജണ്ട എന്നുള്ളതൊക്കെ ഇപ്പോൾ കേരളത്തിന് മുഴുവനും അറിയാവുന്നൊരു കാര്യമാണത്. ഇവിടെ ഇനി എന്ത് പറഞ്ഞാലും VD സതീശൻ എത്രയോ കാലമായി MLA ആയിരിക്കുന്ന, നിയമസഭാംഗമായിരിക്കുന്ന വ്യക്തിയാണ്. അതേസമയം മുഹമ്മദ് റിയാസ് ആദ്യമായിട്ടാണ് MLA ആവുന്നത്. ആദ്യമായി MLA ആവുമ്പോൾ തന്നെ അദ്ദേഹം മന്ത്രിയുമായി. ആ റൂട്ട് എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആണത്. നമുക്കത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാകും. അതുപോലെ വേറൊരു ഇഷ്യൂയുടെ ഇതിൻ്റെ അകത്ത് സംഗതി വരുന്നതെന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി
അവശനും രോഗിയും വൃദ്ധനുമായ ഒരു മനുഷ്യനാണ്. ഞാൻ ഈ പറയുന്നതിനെ മറ്റ് അധിക്ഷേപമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അവശനാണ്. അതായത് ക്ലിഫ് ഹൗസിന്റെ ആദ്യത്തെ ഒരു നില പോലും സ്വയം കയറാൻ പറ്റാത്ത വിധം ഉള്ള ഒരു മനുഷ്യനെ അവശൻ എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം രോഗിയാണ് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന് പ്രായവുമായി. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആ ഒരു, അതായത് ഇനിയും തനിക്ക് അധിക കാലമില്ല, മുഖ്യമന്ത്രി കസേരയിൽ അധിക കാലമില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അവിടേക്ക് ഈ മരുമകനെ കൊണ്ടുവരാനുള്ള ഒരു അജണ്ട ഇവിടെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായം ഇത്ര കരുത്തം എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയണം. ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം മിസ്റ്റർ. നിങ്ങൾ പറയേണ്ട കാര്യമില്ല. കരുത്തം തന്നെയാണെന്ന് ഞാൻ എന്ത് അദ്ദേഹത്തിന്റെ പ്രായം തീരുമാനിച്ചോളാം. ചോദിക്കട്ടെ, ഈ ചർച്ചയിൽ വന്നിട്ട് ആയുസ് തീരുമാനിക്കുന്ന ആളാണോ? ശരി, നിങ്ങൾ ആയുസ് തീരുമാനിക്കുന്ന ആളാണോ? അങ്ങനെയാണോ ഒരു ചർച്ചയിൽ കൊണ്ടുപോകേണ്ടത്? ബിജെപി ആയുസിന് തീരുമാനിക്കാൻ പാടുണ്ടോ? അദ്ദേഹം കരുത്തൻ തന്നെയാണ്, കരുത്തനായ മുഖ്യമന്ത്രി തന്നെയാണ്. എല്ലാത്തിലും അദ്ദേഹത്തിന് കരുത്തുണ്ടോ? നിങ്ങൾ കരുത്തില്ല, അദ്ദേഹത്തിന്റെ ആയുസൊന്നും നിങ്ങൾ ചർച്ചയിൽ വന്ന് തീരുമാനിക്കുന്നത്. അദ്ദേഹം ഈ മുഖ്യമന്ത്രി ഒരു പരാജയപ്പെട്ട മനുഷ്യനാണ്. അവസനാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്? അദ്ദേഹം അവസരമൊന്നുമില്ല. പണ്ട് കാലത്ത് ഞാൻ നാട്ടിലെ വലിയ ഗുണ്ടയും വലിയ ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ അതൊന്നും അല്ല. അദ്ദേഹത്തിന്റെ പഴയ പ്രതാപം ഇങ്ങനെ നോക്കിയിരുന്ന് അയവിറക്കുന്ന ഒരു പല്ല് കൊഴിഞ്ഞ സിംഹം മാത്രമാണ് ഇപ്പോൾ ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. നിങ്ങൾ പൊക്കിപ്പിടിച്ചു. അല്ലല്ല, അതാണ് പറഞ്ഞാൽ മതി. പല്ലുകൊഴിഞ്ഞ സിംഹം അങ്ങ് ഡൽഹിയിൽ ഇരിക്കുന്നുണ്ട്. പല്ലുകൊഴിഞ്ഞ സിംഹം അങ്ങ് ഡൽഹിയിൽ ഇരിക്കുന്നുണ്ട്, കേട്ടല്ലോ. വാ പൊളിക്കാത്ത സിംഹം അങ്ങ് ഡൽഹിയിൽ ഇരിക്കുന്നുണ്ട്, പല്ലു കൊഴിഞ്ഞിട്ട്. നിങ്ങൾ അവിടെ പറഞ്ഞാൽ മതി. ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി അല്ലല്ല ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മരുമകനിലേക്ക് അധികാരം കൊണ്ടുപോകുവാനുള്ള തന്ത്രം പയറ്റുന്നു എന്നതിലേക്കാണോ താങ്കളുടെ ഈ വാചകം കൊണ്ടുചെന്നെത്തിക്കാൻ നോക്കുന്നത്? അധികാരം കൊണ്ടുപോകുന്ന ഇത്തരത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വാദകങ്ങൾ ഒരു ചർച്ചയിൽ ഉയർത്തുമ്പോൾ അങ്ങ് ഇടപെടേണ്ടതാണ്, ഞാനല്ല. കൃത്യമായി ആ മർമ്മത്ത് തന്നെ വി ഡി സതീശൻ പ്രഹരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണത്. ശരി, ഞാൻ ഇടപെടുകയാണ്. വിജിനോർത്തത് ഞാൻ ഈ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ആ ഒരു സംശയം തീർത്തേക്കാം. ശ്രീ ഷാബു പ്രസാദ് പറയാൻ ഉദ്ദേശിച്ചത് ഈ വി ഡി സതീശൻ ഇന്ന് കാര്യങ്ങൾ പറഞ്ഞത് കൃത്യമായ ഒരു അജണ്ടയുടെ പുറത്താണ്. അതായത് മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസും തമ്മിലുള്ള ഒരു അജണ്ട അവിടെ വർക്കൗട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അധികാര കൈമാറ്റം നടത്തുവാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്ന രീതിയിലാണ്. അതായത് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നു. അതാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു പൊതുജന വികാരം എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് ശ്രീ ബിജിൻ. അതല്ലാതെ മുഖ്യമന്ത്രിയുടെ ആയുസിന്റെ കാര്യമൊന്നുമല്ല. ഷാബു പ്രസാദ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പറയുന്ന ഒരു അപകീർത്തികരമായ ഒരു പരാമർശമല്ല എന്ന് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. ശ്രീ ഷാബു പ്രസാദ് ഒരു സെക്കൻഡ്. അല്ല, ബിജിന് ഒരു അവസരം കൊടുത്തേക്കാം. അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു അവസരം. ബിജിൻ. അല്ല ശ്രീ മഞ്ജുഷ്, എനിക്ക് മാത്രമല്ല, ഈ ചർച്ച കേട്ട എല്ലാവർക്കും അറിയാം എത്ര പരിഹാസ്യമായിട്ടാണ് കേരള മുഖ്യമന്ത്രിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് പ്രായമായി കഴിഞ്ഞാൽ അതൊക്കെ ഏത് പ്രായത്തിൽ എന്ത് എന്ന് ആർക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെയാണ് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയേണ്ടത്? അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച്. പിന്നെ പല്ലുകൊഴിഞ്ഞ സിംഹം എന്നൊന്നും ഇവിടെ നിങ്ങൾ അത്തരം പരാമർശങ്ങളിലേക്കൊന്നും ബി ജെ പി സഹയാത്രികൻ പോകണ്ട. ബി ജെ പി സഹയാത്രികനായി ഇവിടെ വന്നിരുന്ന് നിങ്ങൾ നന്നായി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ തന്നെ നേരത്തെ മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞ കാര്യം വ്യക്തമാണ് എന്നതും കൂടി ചേർത്ത് വെച്ചാൽ മതി. RSSന്റെ BJPയുടെ അജണ്ട കേരള നിയമസഭയിൽ നടപ്പിലാക്കുന്നുണ്ട് കോൺഗ്രസ് എന്ന കാര്യം കൂടി ചേർത്ത് വെക്കുന്നതിന് കൃത്യമായൊരു തെളിവാണ് BJPയുടെ പ്രതിനിധി ഇവിടെ വന്ന് നന്നായി UDFന് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് എന്നതുകൂടി ചേർത്ത് വെച്ച് വെക്കണം. പരിഹസിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കേണ്ട. ഇന്ന് റിയാസ് പറഞ്ഞൊരു പ്രധാന കാര്യം അതുകൂടിയാണ് കേട്ടോ. കാരണം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് BJPയുടെ പ്രതിപക്ഷ നേതാവാണെന്ന്. പ്രതിപക്ഷത്തിന്റെ ധർമ്മം നിർവഹിക്കുമ്പോൾ അതിപ്പോ അവിടെ രാഷ്ട്രീയ ഇത് നോക്കുന്ന കാര്യം BJPക്ക് ഇവിടെ പ്രതിനിധികളില്ല. പ്രതിപക്ഷത്ത് BJPക്ക് പ്രതിനിധികളില്ല, നിയമസഭയിലും പ്രതിനിധികളില്ല. പക്ഷേ അതുകൊണ്ട് ഇവിടെ നിയമസഭയിൽ നടക്കുന്ന ഒരു കാര്യം അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ BJP സഹയാത്രികർക്കോ അല്ലെങ്കിൽ ആ മനസ്സുള്ളവർക്കോ അവകാശമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ എന്റെ പൗരാവകാശമാണ് വിനിയോഗിക്കുന്നത്. ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. അതിനെ നിങ്ങൾ ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളത് എന്റെ വിഷയവുമല്ല. സംഭവം മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ ഈ ബിജിൻ ഇവിടെ പറഞ്ഞല്ലോ, നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത
പ്രതിഷേധം എന്താണ് അവിടെ നടന്നതെന്ന്. ഒരു 6-7 കൊല്ലം മുമ്പുള്ള വീഡിയോ ഇപ്പോഴും കിടന്ന് യൂട്യൂബ്. ശ്രീ മഞ്ജുഷ, എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, താങ്കൾ ആ വീഡിയോ ഇവിടെ നിന്ന് കാണിക്കണം. മുണ്ടും മടക്കി കുത്തി മേശയുടെ മേളിൽ കയറിയുന്ന ആഭാസം കാണിച്ചു നിന്ന ഒരുത്തൻ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇവിടെ. ആ വീഡിയോ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇവിടെ അസംബ്ലിയിലുള്ള കമ്പ്യൂട്ടറുകളും ഫർണിച്ചറുകളും എല്ലാം അടിച്ചു പൊടിച്ചവന്മാരൊക്കെ ഇന്നും മന്ത്രിസഭ മന്ത്രിയായിരിക്കുന്നത്. എന്നിട്ടാണ് അവരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിരുന്ന നിയമസഭയുടെ പവിത്രതയെക്കുറിച്ചും നിയമസഭയുടെ ചരിത്രത്തിൽ ഇത്ര മോശമായ ഒരു ദിനം, ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം വിദ്യാഭ്യാസ ആഭാസം എന്ന് വിളിച്ചു പോകണ്ട. ചർച്ചയിൽ വന്നിട്ട് ബിജെപിയുടെ സഹയാത്രികനായി ചാനൽ ചർച്ചയിൽ വന്നിട്ട് വിദ്യാഭ്യാസ മന്ത്രി ആഭാസം എന്ന് വിളിച്ചു എപ്പോഴും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ലോകം മുഴുവൻ കണ്ടിട്ടുണ്ട്, ലോകം മുഴുവൻ കണ്ടിട്ടുള്ള ദൃശ്യങ്ങളാണ്. അത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി അന്ന് എന്താണ് കാട്ടിക്കൂട്ടിയത് എന്നുള്ളത് ലോകം മുഴുവൻ കണ്ടതാണ്. ഒരു സംശയമില്ല, ലോകം മുഴുവൻ കണ്ടതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്പീക്കറുടെ മുന്നിലുള്ള ഉപരോധം അത് ചിലപ്പോൾ ഒരു അസാധാരണ സംഭവമാകാം. പക്ഷെ നിയമസഭയ്ക്കുള്ളിൽ നടന്നത് അത് ഇതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് നാണിപ്പിക്കുന്നതായിരുന്നു മുമ്പ് LDF നേതാക്കൾ നടത്തിയത്. അതിലേക്ക് വരാതിരിക്കുകയാണ് ബിജിൻ നല്ലത്. ശ്രീ MK ഹരിദാസ്, കൊച്ചിയിലെ കരാർ, മലിനമായ ആ കരാറിൽ നിന്ന് തടിയൂരാൻ ഇന്ന് മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ സാധിച്ചില്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തടിയൂരുകയാണ് ചെയ്തത്. അതായത് ചട്ടം 300 പ്രകാരം പ്രതിപക്ഷത്തിന് യാതൊരു ചോദ്യങ്ങളും ചോദിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു എന്താ പറയുക വാതിലുകളും ജനലുകളും കൊട്ടി അടച്ചുകൊണ്ട് വളരെ നമ്മൾ പറയില്ലേ ദുഃഖകരമായ ഒരു ദുരന്തത്തെ വളരെ ലഘൂകരിക്കാൻ ശ്രമിച്ച ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹം ഇന്ന് ഈ നിയമസഭയിലെ പെരുമാറിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളിപ്പോൾ ഇവിടെ ഈ ചർച്ച തന്നെ അനാവശ്യ കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ട് എന്താ പറയേണ്ടത് ഒരു അർത്ഥവും ഇല്ലാതാക്കുന്നോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. നമുക്കിവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഈ മുഖ്യമന്ത്രി എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് ശിവശങ്കരൻ്റെ ഇതിലുള്ള പങ്ക്, സ്വപ്നം വിളിച്ചു പറഞ്ഞ കാര്യങ്ങളിലെ ഈ ശിവശങ്കരൻ്റെ പങ്കിനെ കുറിച്ചിട്ടുള്ള കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളുണ്ടോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാമായിരുന്നു. അപ്പോൾ സമയമൊക്കെ വെറുതെ അനാവശ്യമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചളിവാരിയേറിയലിൽ പോയി. ഞങ്ങൾ കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിൽ 30 കൊല്ലമായിട്ട് താമസിക്കുന്ന എന്നെ പോലുള്ളവർക്ക് എന്തായിരുന്നു പ്രശ്നമെങ്കിൽ ഈ കൊച്ചിയിലെ ബ്രഹ്മപുരത്ത് കത്തിയ മാലിന്യത്തിൽ നിന്നും ഏൽക്കുന്ന പുക, വിഷപ്പുകയേക്കാൾ ഞങ്ങൾക്ക് മലിനമായി തോന്നിയത് പ്രതിപക്ഷവും ഭരണപക്ഷവും, അതായത് ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ ഭരിക്കുന്ന LDFും ഇന്ന് അവിടുത്തെ പ്രതിപക്ഷമായിരിക്കുന്ന UDFും തമ്മിലുള്ള ചളിവാരിയേറിയലാണ്. അതായത് നിങ്ങളുണ്ടാക്കിയ മാലിന്യമല കത്തിയതാണ്, അല്ല ഞങ്ങളുണ്ടാക്കിയ മാലിന്യമലയല്ല നിങ്ങളുണ്ടാക്കിയതാണ് കത്തിയത്. ഇപ്പൊ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഞങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് നികുതിദായകരിലേക്ക് ഇറങ്ങി വരേണ്ട ഒരു മുഖ്യമന്ത്രി ഒളിച്ചോടുന്നൊരു കാഴ്ച. എന്നിട്ട് അവസാനം അദ്ദേഹം ആർക്കോ വേണ്ടിയിട്ട് ഓക്കാനിക്കുന്ന ഒരു ചൊല്ലിന്റെ ഒരു നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ആർക്കോ വേണ്ടി ഓക്കാനിക്കും പോലെ ഇന്ന് ഒരു ചട്ടം 300 പ്രകാരം ഒരു പ്രസ്താവന നടത്തുകയും ആ പ്രസ്താവന നടത്തിക്കൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് തടിയൂരുകയും ചെയ്തിരിക്കുകയാണ്. ഒരു 6-7 ദിവസം മുമ്പ് അദ്ദേഹം ഒരാവശ്യവുമില്ലാതെ സംസ്ഥാന ഖജനാവിന്റെ നികുതിപ്പണം മുടക്കിയിട്ട് ഒരു ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ആ വാടകയ്ക്ക് എടുത്ത ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് വരാൻ കേവലം 25 മിനിറ്റ്, തിരിച്ചു പോകാൻ ഒരു 25 മിനിറ്റ്, 1 മണിക്കൂർ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾക്ക് ജനം ആകെ ഭയവിഹുലരാണ് മഞ്ജുഷെ, ഇവിടെ അടുത്ത മഴയ്ക്ക് വരാൻ പോകുന്ന ദുരന്തത്തെപ്പറ്റി ഇവിടുത്തെ ആരോഗ്യ വിദഗ്ധരെ ഡോക്ടർമാരൊക്കെ മുന്നറിയിപ്പ് നൽകുകയാണ്. അടുത്ത മഴ പെയ്തു കഴിഞ്ഞാൽ കൊച്ചിയിലെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ആരോഗ്യ ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് ആശ്വാസം പകരേണ്ട, കോവിഡ് കാലത്ത് പട്ടിക്കും പൂച്ചയ്ക്കും ഭക്ഷണം കൊടുക്കാൻ ഉപദേശിച്ച ഒരു മുഖ്യമന്ത്രിക്ക് ഇത്രയും വലിയൊരു ദുരന്തം കേരളം ഏറ്റുവാങ്ങിയിട്ട് അതിനെ കൊച്ചിയിലെ ജനങ്ങളെ വന്ന് ആശ്വസിപ്പിക്കാനോ, ഇനി കൊച്ചിയിൽ വന്നിട്ട് വേണ്ട, അദ്ദേഹത്തിന് നിയമസഭയിലെ ഒരു സബ്മിഷന് ഉന്നയിച്ച് അതിനൊരു മറുപടി പറയാനോ തയ്യാറാകാതെ അതിനെതിരെ മുഖം തിരിച്ചൊരു മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ എടുത്ത അടവ് കേരളത്തിലെ ജനാധിപത്യത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു അടവാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി തുറന്നു കാണിക്കുവാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്ന് താങ്കളും പറയുമല്ലോ അല്ലേ? കാരണം ഈ സോണ്ട കമ്പനിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി എന്ന കാര്യം ഇന്ന് കൊച്ചിയിലെ മുൻ മേയർ ടോണി ചെമ്മണി പറയുകയാണ്. ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല? അവിടെ ഈ മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസും തമ്മിലുള്ള ഒരു രഹസ്യ അജണ്ട അല്ലെങ്കിൽ കുടുംബ അജണ്ട വർക്കൗട്ട് ചെയ്യുകയാണ് നിയമസഭയിൽ. അതായത് നിയമസഭയിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ട്
ഈ വിഷയത്തെ ലഘൂകരിക്കുവാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ പ്രതിപക്ഷത്തിന് മാപ്പ് കൊടുക്കുവാൻ കഴിയുകയില്ല. അതല്ല, അവർ മറ്റൊരു കാര്യമാണ് പയറ്റുന്നതെങ്കിൽ ശരിയാണ്. കാരണം വലിയൊരു വിവാദത്തിന്റെ, ഒരു ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് മുകളിൽ. അക്കാര്യം ഇന്ന് വി.ഡി. സതീശൻ സൂചിപ്പിക്കുകയും ചെയ്തു. കാരണം ഈ കരാറൊക്കെ വന്നത് ശിവശങ്കർ വഴിയാണോ എന്ന സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷം അത് നോക്കിയിരിക്കുക തന്നെയാണ്. അവർ അടുത്ത ദിവസം തന്നെ ഇതേക്കുറിച്ച് തന്നെ നിയമസഭയിൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നൊരു വിശ്വാസം താങ്കൾക്കുണ്ടോ? അതോ പ്രതിപക്ഷം ഒളിച്ചോടുന്ന രീതിയിലാണോ? നയതന്ത്ര ചാനൽ വഴി സ്വർണ്ണക്കടത്ത് നടത്തിയ കേസിലെ ഒരു സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഇടവേളകളിൽ വന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ചെരിയുന്ന ആരോപണങ്ങളിൽ ഭയവിഹുലനാവുന്ന ഒരു മുഖ്യമന്ത്രിയെ അല്ല കേരളം പ്രതീക്ഷിച്ചിരുന്നത്. ഇന്ന് അദ്ദേഹം കൊല്ലന്റെ ആലയിലെ മുയലിനെ മാതിരി ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് സ്വപ്ന പുറത്തുവിടാൻ പോകുന്ന കാര്യം എന്താണ്? അതിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നതല്ല, ജനങ്ങൾ ഇത് കേട്ട് ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്, മുഖ്യമന്ത്രിയും ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു മുഖ്യമന്ത്രിയെ ആയിരുന്നില്ല കേരളത്തിന് ആവശ്യമെന്ന് ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ പറയുകയാണ്. അടുത്തത് കുടുംബവാഴ്ചയാ, കുടുംബ അജണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്സിസ്റ്റ് പാർട്ടിയിൽ 16-ാം വയസ്സിലെ ആകൃഷ്ടനായിട്ട് ഞാൻ ചെന്ന് കയറി കുറെ പാർട്ടി ക്ലാസുകളിൽ പങ്കെടുത്തപ്പോൾ അന്നും അത് ഇന്നും അത് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് അങ്ങേയറ്റം വിശ്വാസം പുലർത്തുന്നു. കേരളം ഇന്ന് ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് എന്റെ വിശ്വാസത്തിന് യാതൊരു ബന്ധവുമില്ല. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ള ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ദിരാഗാന്ധിയും കുടുംബവാഴ്ചയും തമ്മിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് 5-6 രാത്രികളിൽ രാത്രി 12 മണി വരെ ഇരുന്ന് കേട്ടിരിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് ഇവിടെ മുഖ്യമന്ത്രി, അതായത് ആദ്യമായിട്ട് MLA ആകുന്ന ഒരു വ്യക്തിയെ പിടിച്ചിട്ട് മന്ത്രിയാക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഈ പറച്ചിലും പ്രവർത്തിയും തമ്മിൽ എന്ത് ബന്ധമാണ് എന്ന് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിരോധിയാണ്, അദ്ദേഹം BJP-കാരനാണ്, കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തുകയല്ല വേണ്ടത്. ആ പ്രശ്നത്തിലേക്ക് അത് അവിടെ നിൽക്കട്ടെ, അത് എന്റെ വ്യക്തിപരമായ പ്രശ്നമാണ്. ഇവിടെ പ്രതിപക്ഷത്തിന്റെ അനൈക്യം ധാരാളമുണ്ട് മഞ്ജുഷ്. അതിന്റെ ഒരു ഉദാഹരണം പറയാം. ഈ ബ്രഹ്മപുരത്ത് ഈ മാലിന്യം കത്തിയ ശേഷം ഏകദേശം 9ഓളം ചാനൽ ചർച്ചകളിൽ നിങ്ങളുടേതടക്കം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഈ ചാനൽ ചർച്ചകളിലെല്ലാം തന്നെ പറയുന്നത് എന്താ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുമ്പോൾ, അതായത് സോണ്ട കമ്പനിക്ക് കരാർ കൊടുത്തത് അനധികൃതമായിട്ടാണ്, അവർക്ക് അതിന് യാതൊരു യോഗ്യതയുമില്ല. പക്ഷെ സോണ്ട കമ്പനിക്ക് അനധികൃതമായി കൊടുത്ത കരാറിന്റെ ഡെപ്ത്, ആ കരാറ് അംഗീകാരമില്ലാതെയാണെന്ന് വന്നു ചേർന്നപ്പോൾ ഇതിന്റെ ഒരു സബ് കോൺട്രാക്ട്, അതായത് സബ് കോൺട്രാക്ട് കൊടുക്കാൻ പാടില്ലെന്ന നിയമം ലംഘിച്ചുകൊണ്ട് ഇതിന്റെ സബ് കോൺട്രാക്ട് കൊച്ചിയിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മകന് കൊടുത്തു എന്നൊരു ആരോപണം ഈ ചർച്ചകളിലൊക്കെ 6-7 പ്രാവശ്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുന്നത് കേട്ട വ്യക്തിയാണ് ഞാൻ. എവിടെ പോയി? അപ്പോൾ എന്നോട് മഞ്ജുഷ് ചോദിച്ചത് കോൺഗ്രസിന് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇന്ന് നിയമസഭയിൽ പ്രതികരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതൊരു കുടുംബ അജണ്ടയിലേക്ക് കൊണ്ടുപോയിട്ട് അവസാനിപ്പിക്കുകയാണോ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ഈ കാര്യത്തിൽ കൃത്യമായിട്ട് പുറത്തു വരേണ്ട ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാൻ വേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. സോണ്ട കമ്പനി ഈ 1.82 കോടി രൂപ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നമ്മുടെ കോർപ്പറേഷന് ഇപ്പോൾ പിഴ ചുമത്തിയിട്ടുണ്ട്. ഇത് സോണ്ട കമ്പനിയിൽ നിന്ന് ഈടാക്കുമോ? അതുപോലെ തന്നെ KICDC ആണ് സോണ്ട കമ്പനിക്ക് മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തതെന്ന് അനിൽകുമാർ ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തത് റീഫണ്ട് ചെയ്യാനുള്ള എന്ത് നടപടിയാണ് ചെയ്തത്? ഇനി ഹരിത ട്രിബ്യൂണലിൽ ചുമത്താൻ പോകുന്ന ഭാരിച്ച പിഴ അടയ്ക്കാൻ വേണ്ടിയിട്ട് സോണ്ട കമ്പനിയിൽ നിന്ന് അത് വസൂല് ചെയ്യുമോ? എങ്ങനെയാണ് ഒരു പ്രവൃത്തി പരിചയവുമില്ലാത്ത സോണ്ട കമ്പനിയിലേക്ക് ഈ കരാർ എത്തിച്ചേർന്നത്? ഞാൻ അതിലൊരു CPM നേതാവിന്റെ മരുമകനാണ് എന്റെ MD എന്ന് ആ നിലയ്ക്ക് ഒന്നുമല്ല പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരാൻ ഉത്തരവാദിത്തമുള്ള കോർപ്പറേഷന്റെയും പ്രതിപക്ഷമാണ്, കേരളത്തിലെ നിയമസഭയിലെയും പ്രതിപക്ഷമാണ് എന്നിരിക്കെ ആ കടമകളിൽ ഈ പ്രതിപക്ഷം പരാജയപ്പെട്ടതായിട്ട് വേണം എനിക്ക് എല്ലാം ശരിയായി എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. 13 ദിവസത്തെ കഠിന പ്രയത്നം കൊണ്ട് തീയണച്ചു, ഇനി ഒരു പ്രശ്നവുമില്ല, നല്ല ശ്വാസം കിട്ടുന്നുണ്ട് കൊച്ചിക്ക് എന്ന രീതിയിലുള്ള പ്രസ്താവനയാണ്. ഞാൻ ആ പ്രസ്താവന താങ്കൾക്കും അയച്ചു തന്നാണല്ലോ, താങ്കൾ അത് മുഴുവനായിട്ട് വായിച്ചു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇനി ഈ ചോദ്യങ്ങൾക്കൊക്കെ എവിടെ പോയി നമ്മൾ ഉത്തരം തേടും? വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു, പിന്നെ വേറെ 2 അന്വേഷണങ്ങളും. ആരുത്തരം നൽകാൻ? ഇതിലൊക്കെ എത്ര നാൾ നമ്മൾ വിശ്വാസത്തിലെടുക്കും ഈ വിജിലൻസ് അന്വേഷണത്തെയും ഈ പ്രത്യേക സമിതിയുടെ അന്വേഷണത്തെയും ഒക്കെ? മറ്റേ മഞ്ജുഷ ഇതിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാണ്. ആരാണ് വിജിലൻസ്? അതായത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന
സംസ്ഥാനത്തെ അതിന് കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഈ വിജിലൻസ്. നാളെ ഈ അന്വേഷണത്തിന്റെ മുന, അതായത് ഇപ്പൊ നമുക്ക് അതിനൊരു കാര്യം ചെയ്യാം, ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിന് CBI വരുന്നതിനേക്കാൾ മുമ്പ് വിജിലൻസ് അന്വേഷണം തുടങ്ങിയ അന്വേഷണം എവിടെ ചെന്ന് നിൽക്കുന്നത്? അപ്പോൾ നാളെ ഈ അന്വേഷണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഗവൺമെന്റിലെ MLA-മാരിലേക്കോ മുഖ്യമന്ത്രിയിലേക്കോ അവരുമായി ബന്ധപ്പെട്ട ശിൽബന്ധികളിലേക്കോ നീണ്ടു കഴിഞ്ഞാൽ ആ അന്വേഷണത്തിന്റെ ഗതി എന്താകും? ഇനി അടുത്തത്, കൊച്ചിൻ കോർപ്പറേഷൻ ഭരിക്കുന്നതാരാ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കൊച്ചിൻ കോർപ്പറേഷന്റെ വീഴ്ച മൂലമാണ് ഇത്തരത്തിലൊരു കരാർ അനർഹരായ ഒരു കൈകളിലേക്ക് എത്തിയത് എന്നുള്ളൊരു അന്വേഷണം അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമോ? അപ്പൊ ഈ അന്വേഷണം വിജിലൻസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. അത് എങ്ങും എത്തില്ല. അതുപോലെ തന്നെ ആദ്യം പറയുന്നത് തൊട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നതെന്ന്, അതും എവിടെയും എത്തില്ല. ഈ കേസിലെ യഥാർത്ഥ കുറ്റവാളികൾ പുറത്തു വരണം. നമ്മുടെ നികുതിപ്പണം സംരക്ഷിക്കപ്പെടണം. നമ്മുടെ നികുതിപ്പണം അനാവശ്യമായി ഒഴുകിപ്പോയതിന്റെ ഉത്തരവാദിത്വം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് പുറത്തു വരണമെങ്കിൽ അതിനെ ഒരു ജുഡീഷ്യറി അന്വേഷണം വേണം. ഞാൻ CBI അന്വേഷണത്തിനെ കുറിച്ച് പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ടയർഡ് ജഡ്ജിയെ വെച്ചിട്ടെങ്കിലും അന്വേഷിച്ചു കഴിഞ്ഞാൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നാൽ നമുക്ക് ആരാണ് കുറ്റവാളികൾ എന്നറിയാം. ആ കുറ്റവാളികൾ കേരളത്തിന്റെ ചരിത്രത്തിലെ മുൻകാല പരിചയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയും നമുക്കില്ല. അതുകൊണ്ട് ഒരു ജുഡീഷ്യറി അന്വേഷണത്തിനപ്പുറമുള്ള ഒരു അന്വേഷണത്തിലും ഇത്തരം കാര്യങ്ങൾ പുറത്തു വരും. അതിനു മുമ്പ് ശ്രീ ഷാബു പ്രസാദ് എന്താണ്? അതായത് ഈ അന്വേഷണത്തിന്റെ കാര്യം അദ്ദേഹം ശ്രീ ഹരിദാസ് ഇവിടെ പറഞ്ഞു, ഞാൻ അതിനോട് യോജിക്കുകയാണ്. അത് മാത്രമല്ല, ഇവിടെ തിരുവനന്തപുരം മേയറുടെ ലെറ്റർ ഹെഡ് മോഷണം പോയി, എത്ര ഗുരുതരമാണ്. എന്നിട്ട് ആ അന്വേഷണം ഇവിടെ കേരള പോലീസാണ് ചെയ്യുന്നത്. എവിടെ എത്തി ആ അന്വേഷണം? ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനലിൽ ഇരുന്ന് ചർച്ച ചെയ്തപ്പോൾ, നിങ്ങൾക്ക് അറിയാം, ഞാൻ ആ പേര് പറയുന്നില്ല, അവിടെ ആ അവതാരകൻ ചോദിക്കുകയാണ്, ഈ ജുഡീഷ്യൽ അന്വേഷണത്തിലൊക്കെ എന്ത് കാര്യമാണുള്ളത്? അതായത് പിണറായി വിജയൻ പറയുന്നത് പോലെ എഴുതി കൊടുക്കാൻ തയ്യാറായ എത്രയോ റിട്ടയർഡ് ജഡ്ജിമാർ ഈ നാട്ടിലുണ്ട് എന്ന് ഒരു അവതാരകനാണ് പറയുന്നത് കേട്ടോ. ആ നാട്ടില് ശ്രീ MK ഹരിദാസിനെ ഞാനൊന്ന് തിരുത്തുകയാണ്. ബഹുമാനപ്പെട്ട MK ഹരിദാസ്, റിട്ടയർഡ് ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അറിയാതെ ആ മനുഷ്യന്റെ വായിൽ നിന്ന് വന്നുപോയ, എന്റെ വാക്കുകളല്ല, അറിയാതെ ഒരു CPM സഹയാത്രികനായ ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഈ അന്വേഷണങ്ങൾ, ഈ ജുഡീഷ്യൽ അന്വേഷണങ്ങളും എങ്ങും എത്തില്ല. സജീവ് ജോസഫ്, പ്രതിപക്ഷത്തിന് ദിശ തെറ്റിയോ എന്ന ഒരു ഒരിക്കലും പുറത്തു വരില്ല. പ്രതിപക്ഷത്തിന് ദിശ തെറ്റിയോ എന്ന സംശയവുമുണ്ട് കേട്ടോ. അത് സംശയമല്ല, ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സോണ്ട കമ്പനിയുമായി ഉണ്ടാക്കിയ 52 കോടി രൂപയുടെ കരാറാണ്. അതിന്റെ കരങ്ങൾ എവിടെയൊക്കെ എങ്ങോട്ടൊക്കെ നീണ്ടിട്ടുണ്ട് എന്നാണ് വെളിയിൽ വരേണ്ടത്. അവിടെ ഈ ഫോക്കസ് തെറ്റി കുടുംബ അജണ്ട എന്ന രീതിയിലൊക്കെ അവതരിച്ചു വരുമ്പോൾ അത് ഈ സതീശൻ വേഴ്സസ് റിയാസ് എന്ന രീതിയിലായി പോവുകയാണ്. അതാണ് റിയാസ് ഇന്ന് രംഗത്തിറങ്ങിയത്. പലപ്പോഴായി ഈ മരുമകൻ ആരോപണം ഉണ്ടാകുമ്പോൾ ഒന്നും റിയാസ് പ്രതികരിച്ച് കണ്ടിട്ടില്ല. ആദ്യമായാണ് ഇത്തരം ഒരു പ്രതികരണത്തിലേക്ക് അദ്ദേഹം കടന്നത്. അത് അദ്ദേഹം ആത്മവിശ്വാസം കൂടിയത് കൊണ്ടാണ്. കാരണം അത്ര ദുർബലമാകുന്നു പ്രതിപക്ഷ ആരോപണം എന്ന് കണ്ടുകൊണ്ടാണ് ഉടനെ തന്നെ റിയാസ് പ്രതികരിക്കാൻ തയ്യാറായത്. പറഞ്ഞത് ശരിയല്ല. കേരളത്തിലെ പ്രതിപക്ഷം വളരെ കൃത്യമായ നിലപാടുകൾ, സംസ്ഥാനം നേരിട്ട എല്ലാ പ്രശ്നങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലും വളരെ ശക്തമായ നിലപാടുകൾ നിയമസഭയിൽ സ്വീകരിച്ചിട്ടുണ്ട്. കൃത്യമായ നിലപാട് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ബ്രഹ്മപുരം വിഷയത്തിലും കേരളത്തെ ഇത്രയേറെ 13 ദിവസക്കാലം മുൻമുള്ളിൽ നിർത്തിയിട്ടുള്ള സംഭവം, അതിന്റെ പ്രാധാന്യം ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഏറ്റവും ശക്തമായി അവതരിപ്പിച്ചത് പ്രതിപക്ഷം തന്നെയാണ്. അതിനുവേണ്ടിയാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. ആദ്യ ദിവസം അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയത്തിന്റെ അവസാനം പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാനുള്ള അവസരം നിഷേധിച്ചു. ഒരിക്കലും സാധാരണഗതിയിൽ കീഴ്വഴക്കമനുസരിച്ച് പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എണീക്കുമ്പോൾ സംസാരിക്കാൻ അനുവദിക്കുന്നതാണ്. പക്ഷേ അനുവദിച്ചില്ല. കാരണം അതിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരുമായിരുന്നു. മുഖ്യമന്ത്രി മിണ്ടിയില്ല. ഈ ദിവസക്കാലം, ഇത്രയും ദിവസക്കാലം മിണ്ടിയില്ല. ഇന്നിപ്പോൾ അദ്ദേഹം റൂൾ 300 അനുസരിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ. എന്താണ് റൂൾ 300?
മന്ത്രിക്ക് പൊതുപ്രാധാന്യം അർഹിക്കുന്ന സംഗതിയെപ്പറ്റി സ്പീക്കറുടെ സമ്മതത്തോടുകൂടി ഒരു പ്രസ്താവന ചെയ്യാവുന്നതാണ്. എന്നാൽ പ്രസ്താവന ചെയ്യുന്ന സമയം യാതൊരു ചോദ്യവും ചോദിക്കാൻ പാടില്ലാത്തതാകുന്നു. അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തെ പേടിക്കുന്ന, പ്രതിപക്ഷത്തിന്റെ സംശയത്തെ പേടിക്കുന്ന ഒരു മുഖ്യമന്ത്രി ശരി, പക്ഷേ അതിനുശേഷവും പ്രതിപക്ഷ നേതാവ് ഇതേക്കുറിച്ചൊന്നും പറഞ്ഞു കേട്ടില്ല കേട്ടോ. അല്ലല്ല, ഒരു സംശയം ചോദിക്കുകയാണ്. അതിനുശേഷവും പ്രതിപക്ഷ നേതാവ് ഈ പ്രസ്താവനയെ കുറിച്ച് വെളിയിൽ പറയാമല്ലോ, അതൊന്നും പറഞ്ഞു കേട്ടില്ല. അതോ ഈ റൂൾ അതിനും തടസ്സമാകുന്നുണ്ടോ? നിങ്ങൾ കാത്തിരിക്കുക. ബ്രഹ്മപുരം അവസാനിക്കുന്നില്ല. ഇവിടെ കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സുതാര്യമായൊരു അന്വേഷണം പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. വരുന്ന ആളുകളിൽ അതിനുവേണ്ടിയുള്ള ശക്തമായ സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ ആരംഭിക്കും. പക്ഷെ ഇന്നുണ്ടായ സംഭവം MLA-മാരെ ആക്രമിച്ച സംഭവമാണ്. അതേക്കുറിച്ചാണ് സംസാരിച്ചത്. അതുപോലെ തന്നെ സഭയെ, പ്രതിപക്ഷത്തെ അവഹേളിച്ച, ഒരിക്കലും പറയാൻ പാടില്ലാത്ത മന്ത്രിയുടെ പ്രസ്താവന, അത് പറയാതെ കടന്നു പോകാൻ സാധിക്കുമോ? ബ്രഹ്മപുരത്തെക്കുറിച്ച് പറയാനും ശക്തമായി പ്രതികരിക്കാനും അതിന്റെ അന്വേഷണം നമുക്കറിയാം. അതിനെക്കുറിച്ച് ഇന്ന് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗൂഢാലോചനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കുടുംബ അജണ്ട എന്ന വിഷയത്തിലെ ഇല്ല, നിങ്ങൾ അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അല്ല, ഞാൻ ശ്രദ്ധിച്ചു കേട്ടിരുന്നു. കാരണം എനിക്ക് തോന്നി അദ്ദേഹം ഇക്കാര്യത്തെ കുറിച്ച് വിശദമായി പറയുമെന്ന്. ഫോക്കസ് മാറ്റി. ആര് ഫോക്കസ് മാറ്റി? അദ്ദേഹം അത് പറയും. പറയാനുള്ള അവസരങ്ങളുണ്ട്. അതിനുവേണ്ടിയുള്ള ശക്തമായ സമര പരിപാടികളിലേക്ക് കടക്കുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അതിൽ കുറെ കൂടി ഫോക്കസ് കൊടുത്തത് ഇവിടെ പറഞ്ഞ മാനേജ്മെന്റ് കൊട്ട വിവാദത്തെക്കുറിച്ചായിരുന്നു. ഗുരുതരമായ ആരോപണമല്ലേ? പൊതുസമൂഹത്തെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം തന്നെ അത് ആഗ്രഹിച്ചിരുന്നു, അത് ഫോക്കസ് ചെയ്യണമെന്ന്. അതെ, എല്ലാം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറയേണ്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞു. ഇവിടെ ചർച്ച ചെയ്തതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ റിയാസിനെ മന്ത്രിയാക്കിയതിനെ കുറിച്ച് വളരെ ശക്തമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. CPM-ൽ ശക്തമായ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്, ഇടതുമുന്നണിയിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുസമൂഹം ഏറെ ചർച്ച ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ചർച്ച ചെയ്യുമല്ലോ. സീനിയറായിട്ടുള്ള MLA ആണ്. കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു ഷംസീർ, തലശ്ശേരി MLA. അദ്ദേഹത്തിന് അവസരം കൊടുക്കാതെ വലിയ സ്നേഹം തോന്നുകയാണ്. ഈ കുറെ നാളുകളായിട്ട് അങ്ങനെയാണ്. പല UDF MLA-മാരും ഷംസീറിനെ പ്രകീർത്തിച്ച് സംസാരിക്കുകയാണ്. പക്ഷെ ഷംസീർ നിങ്ങളുടെ പരിധിയിലാണ് എന്നുള്ള തോന്നൽ നിങ്ങളുടേത് മാത്രമല്ലേ? ഇന്നലെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ എങ്ങനെയാണ്? ഷാഫി പറമ്പിലിനോടൊക്കെ അടുത്ത തവണ ജയിക്കാൻ പോകുന്നില്ല എന്നാണ്. ഒരിക്കലുമില്ല. ഷംസീറിനെ അദ്ദേഹത്തിന് വ്യക്തിപരമായി നമുക്ക് ആക്ഷേപമില്ല. പക്ഷേ സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹം എടുക്കേണ്ട നിലപാടുകൾ, അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന നിലപാടുകൾ, അതിൽ വീഴ്ച വരുമ്പോൾ ഞങ്ങൾ വിമർശിക്കും. ഞങ്ങൾ വിമർശിച്ചല്ലോ. സ്പീക്കർക്കെതിരെയല്ലേ ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചത്, സഭയ്ക്കകത്ത് വിളിച്ചത്. ഇന്ന് സഭയ്ക്ക് പുറത്ത് ഞങ്ങൾ സ്പീക്കറുടെ ഓഫീസിന് മുന്നിലല്ലേ ഞങ്ങൾ സമരം നടത്തിയത്. സ്പീക്കറുടെ ജനാധിപത്യ വിരുദ്ധ നിലപാടിനെതിരെ ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യും. പക്ഷെ നമുക്കെല്ലാം അറിയാം, ഈ സ്പീക്കറുടെ വാക്കുകൾ, സ്പീക്കറുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ, ആരാണ് അതിന്റെ പിന്നിൽ, ആരാണ് അതിന് നിർദ്ദേശം നൽകുന്നത്? ഇടതുമുന്നണിയുടെ CPM ഭരിക്കുന്ന സംസ്ഥാനത്ത് ആരാണ് നിയന്ത്രിക്കുക എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായും മനസ്സിലാക്കാൻ സാധിക്കും. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീ ഷംസീറിനെ കൊണ്ട്, സ്പീക്കറെ കൊണ്ട് ഇന്ന് പറയിപ്പിക്കുന്ന കാര്യങ്ങൾ ആരാണ് പറയിപ്പിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് അതേക്കുറിച്ചും ഞങ്ങൾ പറയുന്നത്. എന്നതുകൊണ്ട് സ്പീക്കർ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചാൽ അതിനെ വിമർശിക്കാതെ, അതിനെതിരെ ചോദ്യം ചെയ്യാതെ ഇവിടെ റൂൾ 50 താങ്കൾക്ക് നേരത്തെ ഷാബു പ്രസാദ് പറഞ്ഞ കാര്യങ്ങൾക്ക് അതിന് ഇനിയും മറുപടി പറയാനുണ്ട് എന്ന് എനിക്കറിയാം. അത് അദ്ദേഹം ഈ അനന്തരാവകാശിയിലേക്ക് അധികാരം കൈമാറാൻ കൊതിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചാണ് സംസാരിച്ചത്. അത് പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. ഈ മന്ത്രിസഭാ രൂപീകരണ ഘട്ടം മുതൽ ഉയർന്നു വന്ന ഒരു വിവാദമാണ്. ഇതാദ്യമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമല്ല. മുഹമ്മദ് റിയാസ് ഇക്കാര്യത്തിൽ അങ്ങനെ പ്രതികരിക്കാറില്ല. അദ്ദേഹത്തെക്കുറിച്ച് എത്ര ആരോപണങ്ങൾ ഈ രീതിയിൽ വന്നാലും. പക്ഷെ ഇന്ന് അദ്ദേഹം അത് സംസാരിക്കുവാനുള്ള ഒരു ധൈര്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല, ഇവിടെ അങ്ങ് ഇടയിൽ മറ്റുള്ളവർ ഇടപെട്ടിട്ടില്ല. എൻ്റെ ഇടപെടരുത്. ഒരുപാട് കാര്യങ്ങൾ 3 പേർ പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടി പറയാനുണ്ട്, അങ്ങയുടെ ചോദ്യത്തിനുണ്ട്. ആദ്യം അങ്ങയുടെ ചോദ്യത്തിലേക്ക് തന്നെ വരാം. ഇവിടെ ശ്രീ മുഹമ്മദ് റിയാസ്
ഇന്ന് പ്രതിപക്ഷത്തിനെതിരായി ഇത്തരം പരാമർശം നടത്താനുണ്ടായ സാഹചര്യം എന്താ? നിങ്ങൾ കൂടി പരിശോധിക്കുക. പ്രതിപക്ഷ ബഹളത്തിനിടയിൽ പ്രതിപക്ഷ അംഗങ്ങളെല്ലാം സഭ ബഹിഷ്കരിച്ച് പോകുന്ന കൂട്ടത്തിൽ ശ്രീ റോജി ജോൺ MLA അദ്ദേഹം സ്പീക്കറുടെ മുന്നിൽ നേരെ പോയി നിന്ന് സ്പീക്കറുടെ ഡയസിലേക്ക് കൈപിടിച്ചുയർന്നു നിന്ന് സ്പീക്കറുടെ മൈക്ക് ഓണായ ഘട്ടത്തിൽ ഉച്ചത്തിൽ പറയുകയാണ് സ്പീക്കർക്ക് നട്ടെല്ല് വേണം എന്ന പ്രയോഗം ശ്രീ റോജി എം ജോൺ നടത്തുന്നു. അപ്പോഴാണ് ശ്രീ മുഹമ്മദ് റിയാസ് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെതാണ് നട്ടെല്ല് വാഴപ്പിണ്ടി, അതുകൊണ്ട് അവരോട് ഇറങ്ങിപ്പോകാൻ പറ. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പ്രതിരോധം തന്നെയാണ് അവിടെ ഉണ്ടായത്. എന്തേ റോജി റോൺ സ്പീക്കറോട് അങ്ങനെ ഒരു പ്രയോഗം നടത്താൻ ഒരു MLA അധികാരമുണ്ടോ? സ്പീക്കറുടെ ഡയറ്റ്സ് കയറി പോയിട്ട് മൈക്കിലൂടെ നട്ടെല്ലുണ്ടാകണം എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയമായ പ്രതികരണമായിട്ട് തന്നെ നമ്മൾ കാണുന്നു. അത് ശരിയായ നിലപാട് തന്നെയാണ്. അത് തന്നെയാണ് പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ ആരോപണങ്ങളൊന്ന്. അവരുടെ നിലപാട് അത് വ്യക്തമാക്കി തന്നെ പിന്നീട് ശ്രീ മുഹമ്മദ് റിയാസ് ഇവിടെ പറയുകയുണ്ടായി. എന്തുകൊണ്ട് ഈ ഇത്തരത്തിൽ നട്ടെല്ലിനെ കുറിച്ച് പറയേണ്ടി വന്നു? BJPയുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ഇടപെടലുകളെ കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് തന്നെ പിന്നീട് പറഞ്ഞു. ഇതാണ് UDFന്റെ നയം. മറ്റൊന്നെന്താ, UDFന് ഇത് വലിയ അജണ്ടയുണ്ട്. നിങ്ങൾ ഇവിടെ ഇത് എയറിലേക്ക് ഇട്ട് ബ്രഹ്മപുരത്തിലെ വിഷയങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി ഇന്നലെയും ഇന്നും ഒക്കെ നമുക്ക് പറഞ്ഞു പോകാനുണ്ട്. ഞാനിവിടെ മറുപടി പറയാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഡൽഹിയിൽ വലിയ പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അല്ല, MP-മാരൊക്കെ മത്സരിക്കാനില്ലെന്നും KPCC പ്രസിഡന്റിനെതിരായിട്ട് MP-മാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നടത്തുന്ന ഇടപെടലുകളൊക്കെ കോൺഗ്രസിലുണ്ട്. അവരുടെ ഗ്രൂപ്പ് വഴക്ക് വലിയ രീതിയിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലുണ്ട്. വലിയ രീതിയിൽ തന്നെ ആ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ആ കോൺഗ്രസിന്റെ സമീപനം മറ്റൊരു വശത്തുണ്ട്. പിന്നീട് ഇവിടെ പറഞ്ഞത് എന്താ? ബ്രഹ്മപുരം വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഞാൻ അതിലേക്ക് ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വരാം. ഇവിടെ ചാനൽ ചർച്ചയിൽ ചില പ്രോപ്പർ ചാനലിന്റെ എനിക്കറിയില്ല, അദ്ദേഹം ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറയുകയാണ് ആദ്യമായിട്ട് MLA ആയ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി MLA ആയ ആളുകൾ മന്ത്രിയായിട്ടില്ലേ? അത് UDFന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, അത് LDFന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇതിനെ വേറെ തരത്തിലേക്ക് കെട്ടിവെക്കാൻ നോക്കണ്ട. ശ്രീ മുഹമ്മദ് റിയാസ് അദ്ദേഹം DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്ഥാനം അദ്ദേഹത്തിന്റെ പാർട്ടി കൊടുത്തതാണ്. അത് ശ്രീ പിണറായി വിജയനെ CPIM മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചതുപോലെ തന്നെ ശ്രീ മുഹമ്മദ് റിയാസിന് അർഹതപ്പെട്ട സ്ഥാനമേ പാർട്ടി കൊടുത്തതാണ്. ഇത് നിങ്ങൾ മറ്റേതെങ്കിലും തരത്തിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾക്ക് പിണറായി വിജയൻ അറിയില്ലെന്നേ, നിങ്ങൾ എന്താ ഈ ചർച്ചയിൽ പറയാൻ നിൽക്കുന്നത്? ഇങ്ങനെ മകളുടെ ഭർത്താവായതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ കയറ്റാൻ അതൊക്കെ നിങ്ങൾക്ക് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയാം. അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവല്ല ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തെ കേരളത്തിലെ ജനതയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അല്ലല്ല, കേരളത്തിലെ ജനത ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് പ്രത്യേകിച്ച് അല്ലല്ല, ഒരു നഗരത്തിലെ ജനത മുഴുവൻ ശ്വാസം മുട്ടുന്ന ഒരു സമയത്ത്, അല്ലല്ല ഞാൻ പറയട്ടെ, പിണറായി വിജയനെ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ഒരു നഗരത്തിലെ ജനത മുഴുവൻ ശ്വാസം മുട്ടുന്ന ഒരു സമയത്ത് മുഖ്യമന്ത്രിക്കെതിരെ പോലും ആരോപണം ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ പാർട്ടിയുടെ മുൻ LDF കൺവീനറായ വൈക്കം വിശ്വന്റെ മരുമകനാണ് ആ സോണ്ട കമ്പനിയുടെ മുഖ്യ പങ്കാളി എന്നുള്ള കാര്യം അറിയാവുന്നതാണല്ലോ. അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അതേക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്ന മുഖ്യമന്ത്രി, അപ്പോൾ അങ്ങനെ വരുമ്പോൾ താങ്കൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ മുഖ്യമന്ത്രിയെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന്? ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. എന്നിട്ട് പ്രതിപക്ഷത്തിന് ഒരു ചോദ്യം ചോദിക്കുവാനുള്ള അവസരം പോലും ഇക്കാര്യത്തിൽ നൽകിയില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങയുടെ ഞാൻ പറഞ്ഞു ബ്രഹ്മപുരത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്, അതുകൂടി പറഞ്ഞു പോകേണ്ടതുണ്ടല്ലോ. എയറിലേക്ക് കുറെ കാര്യങ്ങൾ ഈ ചർച്ചയിൽ ചില ആളുകൾ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, തെറ്റായ ഒരിക്കലും ആരും അംഗീകരിക്കാത്ത ചില കാര്യങ്ങൾ എയറിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് മറുപടി കൂടി പറഞ്ഞ് എനിക്ക് പോകേണ്ടതുണ്ട്. അതുകൂടി പറഞ്ഞ് അങ്ങയുടെ ചോദ്യത്തിലേക്ക് പറഞ്ഞിട്ട് തന്നെ വ്യക്തമായി ഉത്തരം നൽകിയിട്ട് തന്നെ ഞാൻ പോകും. കാരണം എനിക്ക് കുറച്ച് അധികം സമയം തരേണ്ടി വരും. കാരണം 3 പേരുടെ മറുപടി കൂടിയും അങ്ങയുടെ ചോദ്യത്തിന് കൂടി മറുപടി പറയേണ്ടതുണ്ട് എന്നിടത്ത്. ഇവിടെ ചർച്ചക്കിടയിൽ പ്രോപ്പർ ചാനലിന്റെ പ്രതിനിധി അദ്ദേഹം ഈ ചർച്ചയിൽ പറയുണ്ടായി, ഇവിടെ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യേണ്ട വിഷയം സ്വപ്ന എന്തൊക്കെയോ സ്വപ്ന കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ പറയുന്നു. ഇന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്, അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഇടക്കിടക്ക് വന്നിട്ട് വായി തോന്നിയ പറഞ്ഞാൽ തിരിച്ചു പറയും, തിരിച്ചു കൊടുക്കും. അതിന് മുന്നിലുള്ള ഒരുപാട് കാര്യങ്ങൾ കുറെ പറഞ്ഞല്ലോ. ഈന്തപ്പഴത്തിന്റെ ഗുരു, വിശുദ്ധ ഖുർആൻ, എന്നിട്ട് ആരൊക്കെ കൊണ്ടുവന്നു? നിങ്ങളിപ്പോ കേരള പോലീസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടല്ലോ, അല്ലല്ല, നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം. പ്രൈം ഡിബേറ്റ് തുടരുന്നു. നിയമസഭയിൽ ഇന്ന് കണ്ടത് കുടുംബ അജണ്ടയോ? ശ്രീ M വിജിൻ നേരത്തെ ഇടവേളയ്ക്ക് പോകുന്നതിന് മുൻപ് താങ്കൾ പറഞ്ഞു വന്നത് മാനനഷ്ട കേസ് കൊടുക്കുവാൻ തയ്യാറായല്ലോ ശ്രീ MV ഗോവിന്ദൻ എന്നാണ്.
ബാക്കി ഭാഗങ്ങൾ പറയൂ. അല്ല, ഇവിടെ നിങ്ങൾ മറ്റു കാര്യങ്ങൾ ഇപ്പൊ തുടർന്ന് വരും. നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ. ഒരുപാട് കാലമായല്ലോ. ഏത് കാലം? ഒന്നാം പിണറായി സർക്കാരിന്റെ 4-ാം വർഷത്തിൽ തുടങ്ങിയതാണ് ഒരു സ്വപ്നയും കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ED വന്നു, CBI വന്നു. ഇന്ന് ഈ വാർത്തയോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നിങ്ങൾ ഇന്ന് ബ്രേക്ക് ചെയ്ത ഒരു കാര്യം ഡൽഹിയിലെ ഒരു വാർത്തയാണ്. എന്താ ഡൽഹിയിലെ വാർത്ത? ഇന്ന് 18 രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടികളുടെ MP-മാർ ഇന്ന് EDയുടെ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയൊരു വാർത്ത കൂടി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നേരത്തെ ചർച്ച ചെയ്ത ചില ആളുകൾ കേരളത്തിലെ വിജിലൻസിനെയും കേരളത്തിലെ പോലീസിനെയും പരിഹസിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ രാജ്യത്തെ 18 പ്രതിപക്ഷ പാർട്ടികൾ ED ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ നിങ്ങൾ ഈ പറഞ്ഞ ഈ സ്വപ്ന പറഞ്ഞ ആരോപണം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് വേദവാക്യമായിരിക്കും. കാരണം സ്വർണം കടത്തി ആ കേസിൽ പ്രതിയായ സ്വപ്നയുടെ വാക്കുകൾ വേദവാക്യം എടുത്തുകൊണ്ട് കുറച്ചു കാലമായി നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ED വന്നു, CBI വന്നു, എന്നിട്ട് എന്തുണ്ടായി? എന്ത് കണ്ടുപിടിച്ചു? എത്ര കാലമായി ആരോപണങ്ങൾ കള്ളമാണെന്ന് അദ്ദേഹം കൊടുത്തു. എല്ലാം വരുമെന്നേ. ശ്രീ മഞ്ജോഷ് എല്ലാം ന്യൂസ് 18 പറയുമ്പോ നോട്ടീസ് കൊടുക്കാനാണോ കേരളത്തിലെ മുഖ്യമന്ത്രി? അത് ന്യൂസ് 18 പറയുമ്പോ നോട്ടീസ് കൊടുക്കാനാണോ? അല്ലല്ല, ഇതേ ആളുടെ വെളിപ്പെടുത്തലിൽ അപ്പോൾ ചോദിക്കും അതാണോ മുഖ്യമന്ത്രിയുടെ പണി? കുറെ കാലമായല്ലോ ചർച്ച ചെയ്യുന്നു. എന്നിട്ട് എന്തായി? 3 വർഷമായി എന്ത് ഈ EDയും CBI ഒക്കെ അന്വേഷിക്കുന്നു. എന്ത് കണ്ടെത്തിയെന്ന് ബ്രഹ്മപുരം നിങ്ങൾ എടുത്തോ. ബ്രഹ്മപുരത്തെ പറയാം. ഞാൻ ബ്രഹ്മപുരത്തെ കൂടെ പറയട്ടെ. വലത് കൈ ഇടത് കൈയെല്ലാം നിങ്ങൾ തീരുമാനിക്കുന്നതല്ലേ? മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എനിക്ക് വലത് കൈ ഇതാളാണ്, അദ്ദേഹത്തിന് വലത് കൈ ഇടത് കൈ സ്വന്തമായിട്ട് നിങ്ങൾ വ്യാഖ്യാനിച്ചു. ന്യായീകരിക്കാൻ പോയിട്ടില്ല. അന്വേഷിക്കട്ടെ. ഒരുപാട് കാലം നിങ്ങൾ ആഘോഷിച്ചു. ഒരുപാട് കാലമായില്ലേ EDയും CBI ഒക്കെ ഇങ്ങനെ കറങ്ങുന്നു, കസ്റ്റംസ് ഒക്കെ. ഈ മുഖ്യമന്ത്രിയെ, ആ കുടുംബത്തെ ഇത്രയും വേട്ടയാടിക്കൊണ്ട് എത്ര കാലമായി? 3-3.5 വർഷമായില്ലേ? എന്ത് കണ്ടുപിടിച്ചു? പാടി ഇങ്ങോട്ട് ഇറക്കി. എന്നിട്ട് എന്ത് കണ്ടുപിടിച്ചു? ഒന്നും കണ്ടുപിടിച്ചില്ലെന്നേ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇവിടെ ബ്രഹ്മപുരത്തെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇവിടെ പുതിയ ആരോപണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ആയിക്കോട്ടെ, അവിടെ ആഗോള ടെൻഡർ വിളിച്ചുകൊണ്ട് ഇന്ത്യയിലെ 12 നഗരങ്ങളിൽ, അതായത് ചെന്നൈ, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള റാഞ്ചി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ വേസ്റ്റ് മാനേജ്മെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്പനി, ആ കമ്പനി ടെൻഡർ വിളിച്ചപ്പോൾ ലീസ്റ്റ് ടെൻഡർ എന്ന രീതിയിൽ നേരത്തെ അവരുടെ പ്രവർത്തനങ്ങൾ കൂടി, ഞാൻ നേരത്തെ പറഞ്ഞ 12 നഗരങ്ങളിലെ അവരുടെ സാങ്കേതികമായ വൈദഗ്ധ്യം കൂടി പരിഗണിച്ചുകൊണ്ട് ലീസ്റ്റ് ടെൻഡറിൽ കൊടുത്തതാണ്. ആ ലീസ്റ്റ് ടെൻഡറിൽ മാത്രമായിരുന്നു. നിങ്ങൾ അന്വേഷിക്കുന്നേ എന്ത് ചെയ്തു? കൊച്ചിയിലെ ഒരു ജനതയെ മുഴുവൻ ശ്വാസം മുട്ടിച്ച ഒരു കമ്പനിയെ ന്യായീകരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA ആണ് ശ്രീ M. വിജിൻ. താങ്കൾ കൊച്ചിയിലെ ഒരു ജനതയെ 13 ശ്വാസം മുട്ടിച്ചിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ആ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ട് നിയമസഭയിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ എന്നിട്ട് ആ കരാറിനെ ന്യായീകരിക്കരുത്, ആ കരാർ കമ്പനിയെ ന്യായീകരിക്കരുത്. അന്വേഷണം നടന്നിട്ടില്ലേ? ഏതന്വേഷണം? അല്ല, അങ്ങ് ചർച്ചയെ ഡൈവേർട്ട് ചെയ്ത് വിടണ്ട. അല്ലെ, ഞാൻ പറയട്ടെന്ന്. അല്ലല്ല, ന്യൂസ് 18 എന്നെ ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ലെങ്കിൽ എനിക്ക് ചർച്ചയിലേക്ക് ഞാൻ വരുന്നില്ല. ന്യൂസ് 18 ഒരു ചർച്ചയിലേക്ക് ശ്രീ മഞ്ജുഷ് എന്നെ വിളിക്കേണ്ടതില്ല. കാരണം എന്തറിയോ? പറയാൻ അനുവദിക്കുന്നില്ല. പറഞ്ഞ കാര്യം പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. ഈ ചർച്ച കണ്ട ഓരോ ജനങ്ങൾക്കും അങ്ങ് വിളിച്ചിട്ടാണ് ഞാൻ ഈ ചർച്ച കണ്ട ഓരോ ജനങ്ങൾക്കും എന്നെ പൂർത്തീകരിക്കാൻ വിടണ്ടേ? അല്ല, ആ കമ്പനിയെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയാണ്? ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നിയമസഭയിൽ ഒരു കമ്പനിയെ എങ്ങനെ ന്യായീകരിക്കാൻ ഒരു MLA കഴിയും? അങ്ങ് എനിക്കൊരു കമ്പനിയെ ന്യായീകരിക്കേണ്ട കാര്യമില്ലെന്നേ. എനിക്കൊരു കമ്പനി ആഗോള ടെൻഡർ വിളിച്ചുകൊണ്ട് നടന്ന ഒരു നടപടിക്രമത്തിൽ വന്ന കമ്പനിയാണെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്? ആഗോള ടെൻഡർ വിളിച്ച് ടെൻഡറിൽ എമൗണ്ട് കോട്ട് ചെയ്ത ഒരു ആണെന്നേ ഒരു ടെൻഡറിലെ നടപടിക്രമല്ലേ? പങ്കാളിത്തമുള്ള കമ്പനിയാണെന്ന് നിങ്ങൾ ഇത് ഓരോന്നിങ്ങനെ ചോദിച്ചു പോകല്ലെന്ന്. ഞാൻ മറുപടി പറയട്ടെന്ന്. ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ ആ കമ്പനിയെ ന്യായീകരിച്ചോ? എങ്ങനെയാണ് ആ കമ്പനി വന്നത് എന്നതിന്റെ മറുപടിയല്ലേ ഇവിടെ പറഞ്ഞു പോയതിന്റെ കാര്യം പറഞ്ഞില്ലേ? ഒരു ടെൻഡറിൽ ആഗോള ടെൻഡർ വിളിക്കുന്നു.
അല്ലെന്ന് ഞാൻ പറയട്ടെന്ന്. നിങ്ങൾ അതിന് വല്ലാതെ ഞാനെന്തോ ആ കമ്പനിയുടെ വക്താവാണെന്ന് അതുകൂടി ചർച്ച ചെയ്തോളൂ നിങ്ങൾ. എന്നാൽ ഞാൻ ആ കമ്പനിയുടെ വക്താവാണെന്ന് കൂടി നിങ്ങൾ ഇല്ല, വിജിനെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണമേ ഇല്ല. അതല്ല, വിജിനെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണമില്ല. പക്ഷേ വിജിനെ പോലെയുള്ള ഒരു യുവ MLA ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ കത്തിച്ചിട്ട് കടന്നു കളഞ്ഞ ഒരു കമ്പനിയെ ന്യായീകരിക്കാൻ നോക്കുന്നത് അതൊട്ടും ശരിയല്ല. അല്ലെന്ന് ഞാൻ എന്റെ വാക്ക് പൂർത്തീകരിക്കട്ടെ. എന്റെ വാക്ക് പൂർത്തീകരിച്ചാൽ എങ്ങനെ ആ കമ്പനി വന്നു? ആഗോള ടെൻഡർ വിളിക്കുന്നു, ലീസ്റ്റ് എമൗണ്ട് കോട്ട് ചെയ്യുന്നു, ആ ലീസ്റ്റ് എമൗണ്ട് കോട്ട് ചെയ്ത് ഒരു കമ്പനിക്ക് ടെൻഡർ കൊടുക്കുന്നു. ഇതാണ് ഉണ്ടായത്. ഇന്ന് മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു? ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളും 1, 2, 3, 4, 5 അക്കമിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി അന്വേഷണങ്ങൾ പറഞ്ഞത്. വിജിലൻസ് അന്വേഷിക്കുന്നു, പോലീസ് സംവിധാനം അന്വേഷിക്കുന്നു, തീയിട്ടതാണോ അല്ലെങ്കിൽ തീ പിടിച്ചതാണോ അത് അന്വേഷിക്കുന്നു. എല്ലാ കാര്യങ്ങളും എന്തെല്ലാം ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഈ കമ്പനിയെ കുറിച്ചുണ്ടായി, ഈ പാർട്ടിക്കെതിരെ ഉണ്ടായി. വൈക്കം മിഷന്റെ മരുമകന് പങ്കാളിത്തമുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി എങ്ങനെ ഒരു ബേസ് മാനേജ് കമ്പനിയായി മുഖ്യമന്ത്രിക്കെതിരെ ചെയ്യപ്പെട്ടു? ഒരുപാട് കാര്യങ്ങൾ വന്നു. അതിനെക്കുറിച്ചൊന്നും മുഖ്യമന്ത്രി തൊട്ടിട്ടില്ല ഒരിടത്തും. എന്നിട്ട് വിജിലൻസ് അന്വേഷണവും സ്വപ്ന പറഞ്ഞതാണ് നിങ്ങൾക്ക് വേദവാക്യം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഞാൻ പറയട്ടെ, ചങ്കൂറ്റത്തോടു കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കടലാസ് കൊടുക്കുന്നേ, ഒരു കടലാസ് കൊടുക്ക്, ഒരു കടലാസ് കൊടുക്ക്. സ്വപ്ന ഞാൻ ശിവശങ്കരന്റെ വക്താവൊന്നും അല്ലെന്ന്. നിങ്ങൾ ഇനി എന്നെ അങ്ങനെ വരുത്തി തീർക്കല്ലെന്ന്. ഓരോ കാര്യത്തിന് വരുമ്പോ ഓരോന്നിന്റെ വക്താവാക്കി മാറ്റല്ലെന്ന്. ശ്രീ ശിവശങ്കരനെ കുറിച്ച് ആരെങ്കിലും ഫേസ്ബുക്ക് കോട്ട് ചെയ്താൽ, സ്വപ്നം കോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമായി തോന്നും എന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അന്വേഷിക്കട്ടെ, ശിവശങ്കരന്റെ പങ്കുണ്ട്, അന്വേഷിക്കട്ടെ. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. ശരി, ശിവശങ്കരൻ നോട്ടീസ് കൊടുക്കുമെന്ന് ഞാനാണോ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയേണ്ടത്? ഏതാണ് ശിവശങ്കരൻ ഒരു നോട്ടീസ് കൊടുക്കോ ഇല്ലയോ? ശിവശങ്കരന്റെ കാര്യമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ കാര്യമാണ് പറഞ്ഞത്. മറ്റു കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടല്ലേ കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം മൂന്നര വർഷമായിട്ട് ഇങ്ങനെ BJP അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങളും ചേർന്നുകൊണ്ട് ആ മനുഷ്യനെ വളരെ ക്രൂരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ED CBI വന്നു. ശ്രീ മഞ്ജുഷ് അങ്ങ് സീനിയറായ ഒരു മാധ്യമപ്രവർത്തകനാണ്. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിച്ച ഒരാളാണ്. അങ്ങ് പറ, എത്ര കാലമായി എന്തുണ്ടായി? EDയും CBIയും ഉൾപ്പെടെ വന്നുകൊണ്ട് ഈ കേരളത്തിൽ ഈ കേസ് അന്വേഷിച്ചിട്ട് കസ്റ്റംസ് അന്വേഷിച്ചു, എന്തുണ്ടായി? ഇങ്ങനെ പെരുന്നുണകൾ പ്രചരിപ്പിച്ചതിനപ്പുറം ഈ ഏജൻസികൾക്ക് നേരത്തെ ഇവർ പറഞ്ഞല്ലോ ചർച്ചയിൽ, വിജിലൻസിന് ഒരു തരത്തിലുള്ള കാര്യങ്ങളില്ല, ഒന്നിനും കൊള്ളില്ല. എന്നാൽ കൊള്ളുന്ന ഈ ഏജൻസികൾ രാഷ്ട്രീയപരമായി വേട്ടയാടാൻ ഉൾപ്പെടെ ശ്രമം നടത്തിയിട്ടും എന്ത് കണ്ടെത്തി മുഖ്യമന്ത്രിക്കെതിരായി? നിങ്ങൾ പറ, ഈ കാലമായിട്ടും എന്ത് കണ്ടെത്തി? നിങ്ങൾ ഉണ്ടാക്കിയ നുണബോംബിനപ്പുറം മറ്റൊന്നും EDക്കോ CBIക്കോ കണ്ടെത്താൻ, അവരുടെ കള്ള രീതികൾ ഉണ്ടാക്കി പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നത് വളരെ മെറിറ്റായി നിങ്ങൾ കാണേണ്ടതില്ലേ? ഇത് പൊട്ടിച്ചോ? മുഖ്യമന്ത്രി പറഞ്ഞു അതുകൊണ്ട് പേടിക്കേണ്ടതില്ല. മുഖ്യമന്ത്രി തന്നെ മടിയിൽ എന്തുകൊണ്ടാണ് സോണ്ട കമ്പനിയെ പറ്റി ഒരു വാചകം പോലും മുഖ്യമന്ത്രി പറയാതിരുന്നത് എന്ന കാര്യം വ്യക്തമാണല്ലോ. ഈ വിജിൻ പോലും, MLA ആയ വിജിൻ പോലും ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്ന താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, ടെൻഡർ നടപടികൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് സോണ്ട കമ്പനിയിലേക്ക് കരാർ പോയത് എന്ന്. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി ഒളിച്ചോടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒരൊറ്റ കാര്യം വെറുതെ ഒന്ന് നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ പോരെ മഞ്ജുഷേ? അതായത് കഴിഞ്ഞ 7-8 അതായത് അവിടെ ആ ബ്രഹ്മപുരത്തെ അവസ്ഥ ആലോചിക്കാം. അത് മാലിന്യ സംസ്കരണ പ്ലാന്റ് അല്ല, അത് വെറും ഡംപിങ് യാർഡാണ്. 4 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ ലക്ഷക്കണക്കിന് ടൺ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു തുറസായ ഇടം. ഇത് മാത്രമാണ് ബ്രഹ്മപുരം എന്ന് പറയുന്നത്. അവിടെ 1 കിലോ മാലിന്യം പോലും സംസ്കരിച്ചിട്ടില്ല. കാര്യം ഈ കഴിഞ്ഞ വർഷങ്ങളായി ആ നഗര മധ്യത്തില് ഇതുപോലൊരു ഡംപിങ് യാർഡ് കീപ്പ് ചെയ്യുകയാണ്. ഇത് ഒന്ന് ആലോചിച്ച് നോക്കിത്. ഇത് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യമാണ്. ലക്ഷക്കണക്കിന് ടൺ മാലിന്യം, ലക്ഷക്കണക്കിന് ടൺ. ഇന്ന് വേറൊരു ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതായത് ഈ
ഇവിടെ ഈ ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഇവിടേക്ക് പ്രത്യേക വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരുടെ സംഘത്തെ അയക്കാം എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് ഈ കേരള ഗവൺമെന്റ് മൈൻഡ് ചെയ്യുക പോലും ചെയ്തില്ല. കേരള സർക്കാർ സഹകരിച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ സർക്കാർ ജനങ്ങളുടെ ആരോഗ്യത്തിനെ പറ്റി എത്ര ലാഘവത്തോടു കൂടിയാണ് നടക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞ്, രണ്ടാമത്തേതിന് കാളമൂത്രം പോലെ ഇവിടെ പത്രസമ്മേളനം നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ കണ്ടാണ്, പട്ടിക്ക് ഭക്ഷണം ശാപ്പാട് കൊടുക്കണം, പക്ഷിക്ക് കൊടുക്കണം, അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടന്ന നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ മനുഷ്യൻ വായ തുറന്നിട്ടില്ല ഇത്രയും ദിവസങ്ങളായിട്ട്. ഇതിൽ എല്ലാം കൂടി ഇവിടെ നടക്കുന്ന വിജിന്റെ പ്രകടനം പോലും എല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും വളരെ ക്ലിയറാണ്. ഇതിന്റെ അകത്ത് വൻതോതിലുള്ള പുറത്തു വരാൻ ഇവർ ആഗ്രഹിക്കാത്ത, പൊതുജനം ചർച്ച ചെയ്യണം എന്ന ഇവർ ആഗ്രഹിക്കാത്ത എന്താണ് വിജിന്റെ പ്രകടനവും സൂചിപ്പിക്കുന്നത് എന്നാണ് ഷാബു പറയുന്നത്. ഞാൻ പിന്നെ വിജിന് മറുപടി പറയാൻ അവസരം നൽകിയില്ലെന്ന് പറയരുത്. അതായത് ഞാൻ ഇത്ര പറഞ്ഞുള്ളൂ, ദയവ് ഇത് ബ്രഹ്മപുരം പ്ലാന്റ് എന്ന് പറയല്ലേ, ബ്രഹ്മപുരത്തെ വേസ്റ്റ് ഡംപിംഗ് യാർഡ്, ഡംപ് ചെയ്യാനുള്ള സ്ഥലം അത് മാത്രമാണ്. ഇവിടെ എന്ത് മാലിന്യ സംസ്കരണമാണ് നടന്നിട്ടുള്ളത്? സംസ്കരണം നടന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ലക്ഷക്കണക്കിന് ടൺ മാലിന്യം അവിടെ കുമിഞ്ഞുകൂടുമായിരുന്നോ? 4 നില കെട്ടിടത്തിന്റെ ഉയരത്തില് ഓരോ ദിവസവും. അതായത് ഈ മലയാളിയുടെ ചിലതൊരു ശീലമുണ്ടല്ലോ, അവനവന്റെ വീട്ടിലെ മാലിന്യം എടുത്ത് മതിലിനപ്പുറത്തൂടെ മറ്റിടത്തേക്ക് ഇടുന്ന ആ സ്വഭാവം, അത് തന്നെയാണ്. വെറുമൊരു പ്രകടനമാണ് താങ്കൾ നടത്തിയതെന്നാണ് ഷാബു പ്രസാദ് പറയുന്നത്. അല്ല, അത് ഈ ചാനൽ ചർച്ച കണ്ട ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. BJPയുടെ പ്രതിനിധി ഈ പ്രയോഗമല്ലാതെ മറ്റൊന്നും നടത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇതിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു. നേരത്തെ ഒരു പ്രയോഗം കൂടി പറഞ്ഞു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞൊരു പ്രയോഗം കൂടി ഞാൻ ഇതിൽ പറഞ്ഞു. മടിയിൽ കണ്ണമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ, ഒരു ഭയവുമില്ല. കേന്ദ്ര ഏജൻസികൾ അല്ലെന്ന് റിയാലിറ്റി കേൾക്കുമ്പോൾ അല്ല അല്ലല്ല താങ്കൾ ദയവ് ചെയ്ത് അല്പം ഒരു 5 മിനിറ്റ് കൂടി ക്ഷമിക്കുക. കാരണം താങ്കളുടെ അടുത്ത ചർച്ച 8:30-ക്കാണല്ലോ. 8:20 വിടാം. ഇപ്പോൾ VT ബൽറാം മുൻ MLA ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ VT ബൽറാം, ഇന്ന് താങ്കൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ മുഹമ്മദ് റിയാസിനെതിരെയുള്ള പരാമർശമായിരുന്നു. തന്റെ കുടുംബത്തിനെതിരെ വരുന്ന ആരോപണങ്ങൾ, അതായത് തന്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും എതിരെ വരുന്ന ഈ പരാമർശങ്ങൾ, അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടാതിരിക്കുന്ന താങ്കളാണോ പ്രതിപക്ഷത്തിന്റെ നട്ടെല്ലിന്റെ ബലത്തെക്കുറിച്ചുള്ള കണക്കെടുക്കുന്നത് എന്ന്? എന്താണ് അത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ കാരണം? ഇത് മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസും തമ്മിലുള്ള ഒരു കുടുംബ അജണ്ട ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണോ പ്രതിപക്ഷം? ഇല്ല, അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തെ കുറിച്ചാണല്ലോ നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കാൻ സാധിക്കുന്നത്. കാരണം യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇന്ന് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് കേരളത്തിലെ പ്രതിപക്ഷത്തെ അവഹേളിക്കാൻ തന്റെ നിയമസഭയിലെ തനിക്ക് മന്ത്രി എന്ന നിലയിൽ കിട്ടുന്ന ഒരു അവസരം ദുരുപയോഗപ്പെടുത്തിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. നിയമസഭയിലെ നടപടിക്രമങ്ങളും ഇതിൽ മന്ത്രിമാർക്കുള്ള പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങളും ഒക്കെ നമ്മൾ എത്രയോ കാലങ്ങളായി സഭ കീഴ്വഴക്കങ്ങളുടെ ഭാഗമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയിൽ മന്ത്രിമാർക്ക് അവരുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ സഭയുടെ ടേബിളിൽ വെക്കാനുള്ള അവകാശമുണ്ട്. ആ നിലയിൽ സഭയുടെ മേശപ്പുറത്ത് രേഖകൾ വെക്കുമ്പോൾ മന്ത്രിമാർ പറയുന്ന വാചകം പോലും ഒരു കാലങ്ങളായി കീഴ്വഴക്കത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥിരം ടിപ്പിക്കലായിട്ടുള്ള വാചകമാണ്. അതിൽ പുറത്ത് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത തരത്തിൽ കേരളത്തിലെ പ്രതിപക്ഷത്തെ അവഹേളിക്കാൻ മന്ത്രി റിയാസ്. പക്ഷെ ആ സമയത്ത് അവിടെ ഒരു ബഹളം നടക്കുകയായിരുന്നു. റോജി എം ജോൺ MLA സ്പീക്കറിന് നട്ടലില്ല എന്ന് വിളിച്ചു പറഞ്ഞു. അതിന്റെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു മുഹമ്മദ് റിയാസിൽ നിന്നുണ്ടായത് എന്നാണ്. അതെ, ആ നിലയ്ക്ക് സ്പീക്കറുടെ വക്കാലത്തുമായിട്ടോ അല്ലെങ്കിൽ സഭാ നടപടികളെ ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരു മന്ത്രി തന്നെ കടന്നു വരിക എന്ന് പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം അവിടെ സഭയിൽ ഓരോരുത്തർക്കും മൈക്ക് അനുവദിക്കപ്പെടുമ്പോൾ അവരുടെ ശബ്ദം മാത്രമാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുക, അത് മാത്രമാണ് സഭാരേഖയിൽ വരിക.
അതല്ലാതെ മറ്റാളുകൾ സംസാരിക്കുന്നതിനിടയിൽ പ്രതിപക്ഷത്തു നിന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും അംഗം സംസാരിക്കുന്നതിനിടയിൽ ഭരണപക്ഷത്തു നിന്നോ പാസീവ് കമന്റുകളൊക്കെ നിരവധിയായിട്ട് ഉണ്ടാവാറുണ്ട്. അതൊന്നും സഭാരേഖയുടെ ഭാഗമായിട്ട് വരില്ല. പക്ഷെ ഒരു മന്ത്രി മൈക്ക് അനുവദിക്കുമ്പോൾ മന്ത്രി ആ മൈക്കിലൂടെ പറയുന്ന ഓരോ കാര്യവും സഭാരേഖയുടെ ഭാഗമായിട്ട് വരികയാണ്. അങ്ങനെയുള്ള ഒരു അവസരമാണ് റിയാസ് ഇതിനു വേണ്ടി ദുരുപയോഗപ്പെടുത്തിയത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ അധാർമികതയും ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധയും. അങ്ങനെ കിട്ടുന്ന അവസരത്തിൽ പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കാനും വെല്ലുവിളിക്കാനും അങ്ങേറ്റം മോശമായിട്ടുള്ള ഭാഷയിൽ അധിക്ഷേപിക്കാനും മന്ത്രിമാർ തന്നെ കടന്നു വരുമ്പോൾ അവർക്ക് അർഹിക്കുന്ന ഭാഷയിലുള്ള മറുപടികൾ ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ നിലയിൽ ശ്രീ റിയാസിനെ പോലുള്ള ആളുകൾ ഇപ്പോൾ ഒരു കൊട്ടേഷപ്പടി ഏറ്റെടുക്കുന്നത് പോലെയുള്ള കാര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ശ്രീ റിയാസ് ആദ്യമായിട്ടല്ല ഈ നിലയിൽ അധിക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. നേരത്തെ റിയാസിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് PWD വകുപ്പിലെ റോഡുകളുടെ ദുരവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം വളരെ ശക്തമായി മുൻപ് ഒരു നിയമസഭാ സമ്മേളനത്തിൽ ഇതേപോലെ ആക്ഷേപം ഉന്നയിച്ചപ്പോ അന്ന് റിയാസ് അതിന് മറുപടി പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന് സമരത്തിന്റെ ഭാഗമായി കൊതുകുകടിയേറ്റ പാരമ്പര്യമില്ല, ജയിലിൽ കിടന്ന പാരമ്പര്യമില്ല എന്നൊക്കെയാണ്. ഇന്നും റിയാസ് അതേ അധിക്ഷേപങ്ങൾ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ തലവനാണ്, ഭരണത്തിന്റെ ചുമതല വഹിക്കുന്ന ആളാണ് മന്ത്രി. മന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സർക്കാരിനെ കുറിച്ചോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വിമർശനം ഉന്നയിക്കപ്പെടുമ്പോ ആ താങ്കൾ പക്ഷേ അത് കൊണ്ടുചെന്നെത്തിച്ചത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് റിയാസ് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ റിയാസ് മറ്റുള്ള ആളുകളുടെ നട്ടലിന്റെ ബലവും വാഴപ്പിണ്ടിയാണോ നട്ടലാണോ എന്നൊക്കെ അന്വേഷിക്കാനും മെനക്കെടുന്നതിന് മുൻപ് റിയാസ് എങ്ങനെയാണ് ഈ സമീപ ദിവസങ്ങളിലെ അങ്ങേയറ്റം സർക്കാരിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഒരു കുറ്റാരോപിതയായിട്ടുള്ള സ്ത്രീ കടന്നു വരുമ്പോ ആ ആരോപണങ്ങളോട് റിയാസ് ഏത് രീതിയിലാണ് പ്രതികരിച്ചത്? റിയാസ് നട്ടല് കാണിച്ചോ? വാഴപ്പിണ്ടിയാണോ റിയാസ് പ്രദർശിപ്പിച്ചത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു വരുമല്ലോ. ശരി, ബൽറാം ദയവായി തുടരുക. ഇപ്പോൾ എം വിജിൻ MLA കൂടിയുണ്ട്. വിജിൻ പോകാൻ ധൃതിയുണ്ട്, പക്ഷേ ഇതിനുള്ള മറുപടി വിജിൻ പറയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വിജിൻ, യഥാർത്ഥ നട്ടൽ ഇതുവരെ തെളിയിച്ചിട്ടില്ല മുഹമ്മദ് റിയാസ്. ഉയർന്ന ആരോപണങ്ങളിൽ മറുപടിയില്ല. അങ്ങനെയുള്ളയാളാണ് പ്രതിപക്ഷത്തിന്റെ നട്ടലിന്റെ ബലം നോക്കുന്നത്. ഈ ചാനൽ ചർച്ചയുടെ തുടക്കം മുതൽ ശ്രീ VT ബൽറാം അദ്ദേഹം ഇപ്പോഴാണ് ഫോണിൽ ജോയിൻ ചെയ്തത്. ഈ ചാനലിലെ ചർച്ചയുടെ തുടക്കം മുതൽ ഞാനിതിന് വ്യക്തമായ ഉത്തരം പറയുന്നുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസ് കേരളത്തിന്റെ മന്ത്രി എന്ന് മാത്രമല്ല CPMന്റെ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ. അദ്ദേഹം രാഷ്ട്രീയമായി ഉയർന്നു വരുന്ന വിഷയങ്ങൾ അതത് ഘട്ടത്തിൽ തന്നെ മറുപടി പറഞ്ഞു പോകാറുണ്ട്. അത് ഓരോ ഘട്ടത്തിലും ഏത് രാഷ്ട്രീയ സാഹചര്യമാണോ അതിനനുസരിച്ച് അദ്ദേഹം നിലപാട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട CPMന്റെ സംസ്ഥാന നേതാക്കന്മാരിൽ ഒരാളാണ്. അതുകൊണ്ട് ഇത്തരം പ്രതിപക്ഷത്തിന്റെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളൊന്നും ഒരു ഘട്ടത്തിലും അംഗീകരിച്ചു പോകേണ്ട സാഹചര്യമില്ല. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഇത്ര ആരോപണങ്ങൾ കാര്യമായി പറയും, പക്ഷെ അതിനെ നമ്മൾ പരിഗണിക്കെടുക്കേണ്ടതായിട്ടില്ല. ഇതെല്ലാം കേരള ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ശ്രീ മുഹമ്മദ് റിയാസ് മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം, രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അതെല്ലാം മികച്ച നിലയിൽ തന്നെ അദ്ദേഹം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ പറയേണ്ട ഘട്ടങ്ങളിലെല്ലാം നട്ടെല്ല് നിവർത്തി തന്നെ അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അക്കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആർക്കും സംശയമുണ്ടായില്ല. ഒറ്റ കാര്യം കൂടി, ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോകുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ 1:4 ആണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പ്ലസ് അവതാരകന്റെ ചോദ്യങ്ങൾ കൂടി കടന്നു വരുന്നു. നേരത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞു ഞാനെന്തോ ചർച്ച നടത്തുമ്പോൾ എന്റെ പ്രകടനം കണ്ടാൽ തന്നെ എന്തോ വേവില. അല്ല, അങ്ങനെയല്ല. 4 പേർക്കുള്ള മറുപടി കൊടുക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവതാരകന്റെ ചോദ്യങ്ങൾ കൂടി കയറി വരുമ്പോൾ എനിക്ക് ഉത്തരം മുഴിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞാൻ അത്തരത്തിൽ പ്രതികരിക്കേണ്ടി വന്നത്. അല്ലാതെ ഒരു ഭയവും ഇതുമായി ബന്ധപ്പെട്ടില്ല. കൃത്യമായി ഇതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ അത് ഭരണപക്ഷത്തോടൊപ്പം ചേർന്നുകൊണ്ടിരുന്ന് അത് BJPയും UDF ഒക്കെ ചേർന്നുകൊണ്ട് പുകമറ ഉണ്ടാക്കാൻ നോക്കിയാൽ അത് ഏത് തരത്തിൽ ശ്രമം നടത്തിയാലും അതൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. അത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സർക്കാരിന്റെ വീഴ്ചകൾ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അത് മാധ്യമധർമ്മം തന്നെയാണ്. ഭരണത്തിന് തണലിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അതിൽ ഉരച്ചു നോക്കുന്ന ഇക്കാര്യത്തിൽ ഉരച്ചു നോക്കേണ്ട സാഹചര്യവും വരും. ഇവരൊക്കെ ഒത്തുചേർന്നിട്ടുകൊണ്ടാണ് ചർച്ച നടത്തുന്നത്. അല്ല, അത് ഭരണത്തിന്റെ തണലിരിക്കുമ്പോൾ അങ്ങനെ വേണ്ടി വരും ശ്രീ ബിജിൻ. കാരണം ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങളുടെ ചുമതലയാണ്. വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്. ഞാനതിൽ തെറ്റല്ലെന്ന് പറഞ്ഞത് ശ്രീ മഞ്ജോഷ്, ഞാൻ അതിന് തെറ്റല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താ,
BJPയുടെ പ്രതിനിധി പറയുന്നു എന്റെ രീതികൾ നോക്ക്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ വെക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. അതിനിടയിൽ പറയുന്നതിനിടെ അവതാരകന്റെ ചോദ്യം കൂടി ഇടക്കിടക്ക് എന്റെ ശബ്ദത്തെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ വന്നപ്പോ എനിക്ക് ശബ്ദം കൂട്ടി പറയേണ്ടി വന്നിട്ടുണ്ട്. അല്ലാതെ മറ്റൊരു വേവിലാതി ഇതുമായി ബന്ധപ്പെട്ടില്ല. താങ്കൾക്ക് ധൃതിയുണ്ടെന്ന് അറിയാം. മാത്രമല്ല ആരോഗ്യകരമായ രീതിയിൽ തന്നെ താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്തു. ശബ്ദം കൂട്ടിയാലും കുഴപ്പമില്ല. അത് ഈ ചർച്ചയുടെ ഒരു ഭാഗമായിട്ട് തന്നെ കണക്കാക്കാം. നന്ദി ശ്രീ എം വിജിൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ MK ഹരിദാസ്, കാര്യങ്ങൾ എപ്പോഴും ഇവർ തമ്മിലുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായി തന്നെ പോകും. പക്ഷേ വിജിൻ പറഞ്ഞ ഒരു കാര്യം അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ അത് വിജിനോട് അല്പം ശബ്ദം കൂട്ടി സംസാരിച്ചത്. ആ കരാർ കമ്പനിയെ ന്യായീകരിക്കുന്ന രീതിയിലാണ് ഇവിടെ വിജിൻ സംസാരിച്ചത്. സംശയമില്ലാത്ത കാര്യമാണല്ലോ ആ ടെൻഡർ നടപടികൾ സുതാര്യമായിരുന്നുവെന്ന്. MP രാജേഷ് 20 മിനിറ്റ് നിയമസഭയിൽ ഉണ്ടായത് എന്തായിരുന്നു? ഈ സോണ്ട കമ്പനിയെ ന്യായീകരിക്കുകയല്ലേ ചെയ്തത്? കരാർ കമ്പനിയെ, സോണ്ട കമ്പനി എന്ന് പറയുന്നില്ല, കരാർ കമ്പനിയെ. എനിക്ക് വിജിനോട് പറയാനുള്ള മറുപടി പറയാനുള്ള അവസരം മഞ്ജുഷ അദ്ദേഹം പോയതിന് ശേഷമാണ് തന്നത്. എനിക്ക് അദ്ദേഹത്തിനോട് മറുപടി പറയാനുണ്ട്. ഒന്നാമത് കാരണം ഇവരോട് പറയാനുള്ള മറുപടി നമ്മൾ അവരുള്ളപ്പോൾ തന്നെ പറയണമെന്നൊന്നുമില്ല, അതൊക്കെ അവരിലേക്ക് കൃത്യമായിട്ട് എത്തും. ആരും അംഗീകരിക്കാത്ത കാര്യമാണ് MK ഹരിദാസ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ 33% വോട്ട് നേടിയിട്ടാണ് CPM അധികാരത്തിൽ കയറിയിരിക്കുന്നത്. ബാക്കി 67% പുറത്താണ്. ആ 67% ഒരു 20% ഞാനൊക്കെ പറയുന്നത് അംഗീകരിക്കുമെന്ന് മനസ്സിലാക്കുക. പിന്നെ അദ്ദേഹം അടിക്കടി പറഞ്ഞായിരുന്നു ഈ ചർച്ച കണ്ടിരിക്കുന്ന ജനങ്ങൾക്കറിയാം സത്യാവസ്ഥ. എന്താ ഇവരൊക്കെ ഈ എന്റെ രണ്ടാമത്തെ മകന്റെ പ്രായമേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനെ ഒന്ന് ശാസിക്കണമെന്നുണ്ടായിരുന്നു. ഈ ചർച്ച കണ്ടിരിക്കുന്ന എല്ലാവരും ഈ CPM പറയുന്ന പൊടിപ്പും തൊങ്ങലും വെച്ച കാര്യങ്ങൾ വിശ്വസിക്കുമെന്നാണോ അദ്ദേഹം കരുതുന്നത്? പിന്നെ അദ്ദേഹം പറഞ്ഞ മൂന്നാമത്തെ കാര്യം, MK ഹരിദാസിനെ അദ്ദേഹം അറിയില്ല. MK ഹരിദാസൻ എന്ന സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനെ എങ്ങനെയാണ് വിജിൻ താങ്കൾ അറിയുക? കാരണം ഞാൻ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സ്കൂൾ പരിസരത്ത് വിൽക്കാൻ വേണ്ടി ലോറിക്കണക്കിന് കൊണ്ടുവന്ന് ഇറക്കിയ കേസിലെ പ്രതിയല്ല ഞാൻ. അതുപോലെ തന്നെ സഹപ്രവർത്തകയെ പീഡിപ്പിച്ചതിന് മാർക്സിസ്റ്റ് പാർട്ടി എന്നെ 1 വർഷം താക്കീത് ചെയ്ത് പുറത്തു നിർത്തിയിട്ടില്ല. എനിക്ക് ബീഹാറിലെ ഒരു യുവതിയിൽ കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലെയിമും പറഞ്ഞിട്ട് ആരും വന്നിട്ടില്ല. ഞാൻ ഒരു സ്ത്രീയോടും ഏതോ തരത്തിലുള്ള പാല് രാത്രി കിട്ടുമോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഞാൻ 63-ാം വയസ്സിൽ സ്വപ്നയെ മൂന്നാറിലേക്ക് ക്ഷണിച്ചിട്ടില്ല. സ്വപ്നയ്ക്ക് രാത്രി എന്ത് വസ്ത്രമാണ് ധരിച്ചത് എന്ന് ചോദിച്ചിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല. അപ്പൊ ഇന്നൊരു കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ട ഒരു ഗുണങ്ങളുമില്ലാത്ത ഒരു പാപം കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ. പിന്നെ എങ്ങനെയാണ് താങ്കൾ എന്ന് പറയുന്ന മിനിഞ്ഞാന്ന് കൊരുത്തൊരു തകരയ്ക്ക് എന്നെ അറിയുക? അപ്പൊ അതിൽ യാതൊരു അത്ഭുതവും ഇല്ല അറിയാത്തതിന്. മഞ്ജുഷേ, സ്വപ്ന പറഞ്ഞതിനെ വേദവാക്യമാക്കി എടുത്തിട്ടാണ് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പറയുന്നത് എന്ന് പറഞ്ഞു. ഈ സോളാർ കേസിലെ പ്രതി പറഞ്ഞത് വേദവാക്യമായിട്ട് എടുത്തിട്ടാണ് 1-ാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയതെന്ന കാര്യം എന്തുകൊണ്ടാണ് ഇവർ മറക്കുന്നത്? അപ്പോ അധികാരമാണ് ലക്ഷ്യമെന്ന നിലയ്ക്ക് ആരെന്ത് പറയുന്നു എന്നുള്ളതല്ല, അത് ഏറ്റെടുത്തുകൊണ്ട് മറുഭാഗത്തെ അവഹേളിക്കലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. 112 ഏക്കർ ഒരു മാലിന്യം സംസ്കരിക്കാനുള്ള ഇടമുള്ള എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്? ഇല്ല. കൊച്ചിൻ കോർപ്പറേഷൻ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു അപകടമുണ്ടായാൽ ഒരു ആംബുലൻസിനോ ഒരു ഫയർ എഞ്ചിനോ കടന്നു ചെല്ലാൻ കഴിയാത്ത വിധത്തിലെ മാലിന്യം ഒരു ശാസ്ത്രീയമായിട്ടല്ലാതെ ഡംപ് ചെയ്ത ഒരു കോർപ്പറേഷനെ ഇരുന്ന് ന്യായീകരിക്കുന്ന ഒരു MLA ഇത്രത്തോളം അധപ്പതിക്കാൻ പാടുന്നുണ്ടോ? പാടില്ല, ഒരു നിലയ്ക്കും പാടില്ല. അത്തരം ഒരു അധപ്പതിച്ച വർത്തമാനം പറഞ്ഞു എന്ന് മാത്രമല്ല, അടുത്തതെന്താ, ഈ കരാർ കൊടുക്കുന്ന കമ്പനിക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചില്ല എന്ന് ഈ ചർച്ചയിൽ എതിർഭാഗം പറയുന്നതിന് അസഹിഷ്ണുതയോട് കൂട്ടിക്കണ്ട് അതിനെ വിമർശിക്കുന്നത് എന്ത് ന്യായമാണ് ഇവർക്ക് പറയാനുള്ളത്? അപ്പോ ഈ തീപിടുത്തത്തിന്റെ ദുരൂഹതയുടെ പുകമറയ്ക്കുള്ളിൽ നിർത്തിക്കൊണ്ട് ഒരു കാര്യമുണ്ട്, അതായത് ചെപ്പിടി വിദ്യയ്ക്ക് ദക്ഷിണയാദ്യം എന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. ഈ 54 കോടി രൂപയുടെ കരാറിൽ ആരുടെയൊക്കെ പോക്കറ്റിൽ എത്രയൊക്കെ കൃത്യമായി മുൻകൂർ ചെന്നു എന്നറിയണമെങ്കിൽ അത് സംസ്ഥാന വിജിലൻസ് അന്വേഷിച്ചാൽ ശരിയാകില്ല. കാരണം പ്രതിസ്ഥാനത്ത് LDF ഭരിക്കുന്ന കോർപ്പറേഷനാണ്, LDF നിയന്ത്രിക്കുന്ന ജില്ലാ ഭരണകൂടമാണ്, LDF നിയന്ത്രിക്കുന്ന സർക്കാരാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇപ്പൊ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുക? അതുകൊണ്ട് ഈ അന്വേഷണം
അന്വേഷണം കാര്യമാത്ര പ്രസക്തമായി നടന്ന് ഇതിലത്തെ യഥാർത്ഥ കുറ്റവാളികൾ പുറത്തുവന്ന് നികുതിദായകന്റെ നികുതി പണം ഇനിയും സംരക്ഷിക്കപ്പെടാൻ ഇട നൽകാത്ത വിധത്തിലുള്ള ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ആവർത്തിക്കുകയാണ്. 1.5 മണിക്കൂറോളം ഈ വിഷയം ചർച്ച ചെയ്തു. നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ എം കെ ഹരിദാസ്, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ എം വിജിൻ MLA, ടെലിഫോണിൽ പ്രതികരിച്ച ശ്രീ VT ബൽറാം, ശ്രീ സജീവ് ജോസഫ് MLA. ഇന്നത്തെ പ്രൈം ഡിബേറ്റിന്റെ പോൾ ഇങ്ങനെയായിരുന്നു: കുടുംബ അജണ്ട എന്ന പ്രതിപക്ഷ ആരോപണം ശരിയോ? അതെ എന്നാണ് 83% പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കുടുംബ അജണ്ട അല്ല എന്ന് അഭിപ്രായപ്പെട്ടത് 14% മാത്രമാണ്. നിഷ്പക്ഷം 3% മാത്രം. പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.